രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന് മേലെ വീണിരിക്കുന്ന അവിശ്വാസത്തിന്റെ നിഴൽ ഓരോ ദിവസവും വലുതായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കൂടുതൽ ഇരുണ്ടതായിക്കൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടരെ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾ ഏതൊക്കെ വിധത്തിലാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ അട്ടിമറികൾ നടക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ആ അട്ടിമറികളെ തടയുന്നതിനും പ്രതിരോധിക്കുന്നതിനും, അല്ലെങ്കിൽ നടന്ന അട്ടിമറികളെക്കുറിച്ച് ശരിയായി അന്വേഷിക്കുകയും കുറ്റക്കാരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടുന്ന സംവിധാനം തന്നെയും ആ കുറ്റകൃത്യത്തിന് അരുനിൽക്കുന്നു എന്ന ഗൗരവതരമായ വിമർശനമാണ് രാഹുൽ ഇപ്പോൾ ഉന്നയിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കസേരയിലിരിക്കുന്ന ജ്ഞാനേഷ് കുമാർ എന്നയാൾ, അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർത്തലിന് കുടപിടിക്കുകയാണെന്ന്, അതിലെ കുറ്റക്കാർക്ക് സംരക്ഷണമൊരുക്കുകയാണ് എന്ന അതിനിശിതമായ വിമർശനം ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നു. ആളുകളുടെ വോട്ടുകൾ പുറമേ നിന്നുള്ള ആളുകൾ സംഘടിതമായി ചോർത്തിക്കളയുന്നു. ആയിരക്കണക്കിന് വോട്ടുകൾ ആളുകൾ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. അത് തടയാൻ ഒരു സംവിധാനവുമില്ല. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അന്വേഷണം നടത്തേണ്ടുന്ന കമ്മീഷൻ മതിയായ അന്വേഷണം നടത്തുന്നില്ല. എന്നാൽ പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ അതേക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവർക്കാവശ്യമുള്ള രേഖകളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഈ ഏർപ്പാടിന് ഏതെല്ലാമോ നിലയ്ക്ക് ഈ തട്ടിപ്പിന് കാവൽ നിൽക്കുകയാണ് ജ്ഞാനേഷ് കുമാർ എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ വിമർശനം. നമ്മുടെ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന ശില സുതാര്യമായ തെരഞ്ഞെടുപ്പ് എന്ന ആശയമാണ്. ആ സുതാര്യതയ്ക്ക് ഭംഗം വന്നാൽ, തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ജനത്തിനും പ്രതിപക്ഷ പാർട്ടികൾക്കും പങ്കെടുക്കുന്നവർക്കും അവിശ്വാസം വന്നാൽ, പിന്നെ ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കാൻ പോകുന്ന അവിശ്വാസമായി അത് മാറുകയാണ്. അതുകൊണ്ട് ഒരു പക്ഷേ നമ്മുടെ കാലത്ത് ഉന്നയിക്കപ്പെടുന്ന ഏറ്റവും ഗൗരവതരമായ ഒരു പ്രശ്നമാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന് മുൻപാകെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ എത്ര ഗൗരവത്തിൽ നമ്മുടെ സംവിധാനങ്ങൾ കാണുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നുണ്ട്, മറ്റു കക്ഷികൾ കാണുന്നുണ്ട്, പ്രതിപക്ഷ നേതാവിൻ്റെ ശബ്ദത്തെ എന്തുമാത്രം ഗൗരവത്തിൽ കോടതികൾ എടുക്കുന്നുണ്ട് എന്നീ ചോദ്യം അവിടെയുണ്ട്. എന്തുകൊണ്ടാണ് ഉയർന്നു വരുന്ന ആക്ഷേപങ്ങളോട് എല്ലാവർക്കും മനസ്സിലാവും വിധത്തിൽ പ്രതികരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയാത്തത്? എന്തുകൊണ്ടാണ് എല്ലാവരുടെയും വിശ്വാസ്യതയ്ക്ക് വേണ്ടി വിവരങ്ങൾ പുറത്തുവിടാൻ, തെളിവുകൾ എല്ലാവർക്കും കൈമാറാൻ കമ്മീഷന് കഴിയാതെ പോകുന്നത്? ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ ഇന്ന്. എന്നോടൊപ്പം കോൺഗ്രസിൽ നിന്ന് കെ എസ് ശബരിനാഥൻ, എം പ്രകാശൻ മാസ്റ്റർ CPIM-ൽ നിന്ന്, ഷാബു പ്രസാദ് വലത് നിരീക്ഷകൻ, നിസാം സെയ്ദ് നിരീക്ഷകൻ എന്നിവരാണ് ഉള്ളത്. ആദ്യം ഷാബു പ്രസാദ്, ഇന്ന് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരിക്കുന്ന ഈ വിവരങ്ങൾ ഗൗരവമുള്ളതാണെന്ന് തോന്നിയോ? അദ്ദേഹം കുറച്ച് നാളായിട്ട് തുടർന്ന് അങ്ങനെ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ ഇന്ന് വേറൊരു രൂപത്തിൽ തുടർന്നു വരുന്നു. രാഷ്ട്രീയമായി BJP-യെ നേർക്ക് നേരെ എതിർത്ത് തോൽപ്പിക്കാനാവില്ല എന്ന തിരിച്ചറിഞ്ഞപ്പോൾ അതിന് മറ്റെന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അദ്ദേഹം എടുത്തിരിക്കുന്ന ഒരു രീതി. ഇപ്പൊ നോക്കൂ നിഷാദെ, ഈ നമ്മുടെ വോട്ടർ പട്ടികയിൽ ധാരാളം അപാകതകളുണ്ട്. 100 കോടിയോളം വരുന്ന ഒരു ഹ്യൂജ് ഡേറ്റയാണ്. ആ ഡേറ്റയിൽ അപാകതകളുണ്ട്. ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനം, അതിൻ്റെ അകത്ത് ഡയറക്റ്റ് എംപ്ലോയീസ് എന്ന് പറയാനുള്ളത് 10, 300, 400 പേര് മാത്രമേ ഉള്ളൂ ഡൽഹിയിലെ നിർവാചന സദനില്. ബാക്കി മുഴുവൻ ഹൈലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സംസ്ഥാന സർക്കാരുകൾ അവരുടെ അവിടെ നിന്നുള്ള BLOകൾ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, ഇവരെല്ലാവരും കൂടെ ഇതെല്ലാം കൂടെ ചേർന്ന ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ ചേർന്ന സംവിധാനമാണ് ഇവിടെ ഇലക്ഷൻ നടത്തുന്നത്. അല്ലാതെ ഇലക്ഷൻസ് കമ്മീഷൻ എന്ന് പറയുന്ന ജ്ഞാനേഷ് കുമാറും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള 10-300 എംപ്ലോയീസും മാത്രം അല്ല. അങ്ങനെ ഇതുപോലെ ഒരു വലിയ രാജ്യത്തിലെ ഇലക്ഷൻ നടത്താൻ പറ്റില്ല. ഇത്രയും വലിയൊരു ഹ്യൂജ് ഡേറ്റയില് ഈ പറഞ്ഞതുപോലെയുള്ള അപാകതകൾ ധാരാളമുണ്ട്, ഒരു സംശയമില്ലാതെ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. ഈ രാജ്യത്തെ 540 മണ്ഡലങ്ങൾ നോക്കിയാൽ ഈ 540 മണ്ഡലങ്ങളിലും നമുക്ക് കണ്ടെത്താൻ, ഈ പട്ടികയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഉണ്ടാകും, ഒരു സംശയമില്ല. അതിന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളാണ്. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന, ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടികളാണ്. അതിനവർക്ക് BLA-മാരുണ്ട്. ഒരു ബൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ഉണ്ടാവുക 1000 വോട്ടാണ്. കേരളത്തിലാണെങ്കിൽ 1000 ഇല്ല. ആ 1000 ആൾക്കാർ, 1000 ജനങ്ങൾ, 1000 ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? ഒരു 10, 200, 300 വീടുകൾ.
ഈ 200-300 വീടുകളാണ് ഒരു ബൂത്തിന്റെ കീഴിലുണ്ടാവുക. ആ ബൂത്തിൽ അവരെ ശ്രദ്ധിക്കാൻ, അവരെ മോണിറ്റർ ചെയ്യുക, അത് മോണിറ്റർ ചെയ്യാനുമായിട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് BLA സംവിധാനമുള്ളത്. ശരി, ഇവരെല്ലാരും കൂടെ ചേർന്നാൽ മാത്രമേ ഇത് പൂർണ്ണമായും. ഷാബു പ്രസാദ് പൊതുവെ പറയുകയാണ്, വലിയൊരു ഡാറ്റയാണല്ലോ, അതിൽ എറർ വരാനുള്ള സാധ്യത ഉണ്ടല്ലോ, അതിന് നമുക്ക് പരിഹാര മാർഗങ്ങളും ക്ലീനിങ് പ്രോസസ്സും ഒക്കെ എപ്പോഴും നടക്കാറുള്ളതാണ്. ഇതല്ലല്ലോ പ്രശ്നം. ഇവിടെ എന്താണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന പ്രശ്നം? കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റ് ആയിരുന്ന ഒരാളുടെ അമ്മാവന്റെ വോട്ട് കാണുന്നില്ല. നോക്കിയപ്പോൾ അയൽപക്കത്തെ ആൾ ഇത് വോട്ട് കളഞ്ഞിരിക്കുകയാണ്. അയാളോട് ചോദിക്കുമ്പോൾ അയാൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പരിശോധിക്കുമ്പോൾ എന്താണ്, ആർക്കും അറിയാത്ത ഏതോ കേന്ദ്രങ്ങൾ ഇടപെട്ടുകൊണ്ട് വോട്ടുകൾ ഡിലീറ്റ് ചെയ്ത് കളയാണ്, 12 വോട്ടുകൾ. അപ്പോൾ എന്താണെന്ന് കമ്മീഷനോട് ചോദിക്കുമ്പോൾ കമ്മീഷൻ അതിന്മേൽ നടപടിയെടുക്കാൻ ആവശ്യമായ ഇനീഷ്യേറ്റീവ് ഒക്കെ സ്റ്റെപ്പ് ചെയ്യാണ്. പക്ഷേ ഒന്നും നടക്കുന്നില്ല. കേസെടുക്കുന്നു കമ്മീഷൻ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. ആ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 18 തവണ കമ്മീഷന് കത്തയക്കുന്നു. 18 തവണയും മറുപടിയൊന്നുമില്ല, ഒരു വിവരവും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇത് ആസൂത്രിതമായി ആരൊക്കെയോ ഏതൊക്കെയോ കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരാളുടെ വോട്ട് അയാളുടെ സമ്മതമില്ലാതെ ഡിലീറ്റ് ചെയ്യുന്ന പ്രോസസ്സ് നടക്കുന്നുവെന്ന് കണ്ടെത്തി. കമ്മീഷനും മനസ്സിലായി, പരിശോധിക്കാമെന്ന് നില വന്നു. പക്ഷെ പരിശോധിക്കുന്നില്ലെന്ന് മാത്രമല്ല, പരിശോധിക്കുന്നവർക്ക് വിവരങ്ങളും കൊടുക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് അതിനൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. പുറത്തു നിന്ന് മറ്റൊരാൾക്ക് ഇതിന്റെ അകത്ത് കയറി അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഇത് ഈ യക്ഷിക്കഥകൾ പോലെയുള്ള സയൻസ് ഫിക്ഷനുകൾ പോലെയുള്ള ഇമാതിരി തിയറിയും കൊണ്ടൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയില്ല. നമ്മുടെ വിശ്വാസം അതാണ്, കമ്മീഷന്റെ വിശ്വാസവും അതാണ്, കഴിയില്ല. പക്ഷെ കഴിഞ്ഞു എന്നാണ് രാഹുൽ ചൂണ്ടിക്കാണിക്കുന്നത്. പോയ കണക്ക് താനറിയാതെ തന്റെ വോട്ട് പോയതിന്റെ കണക്കാണ് ആളുകൾ അവിടെ വന്ന് തത്സമയം പറഞ്ഞത്. അപ്പൊ അതേക്കുറിച്ച് CID അന്വേഷിക്കുകയാണ് കർണാടകയിലെ. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന വിവരങ്ങൾ വേണം കേട്ടോ, ഇതിന്റെ ബാക്കി അന്വേഷണം പൂർത്തിയാക്കാൻ കമ്മീഷനോട് ആവശ്യപ്പെടുന്നു. കമ്മീഷൻ കൊടുക്കില്ല. 18 തവണ കത്തയച്ചു, കൊടുക്കില്ല എന്ന വാശിയാണ്. എന്താണ് കൊടുത്താൽ വലിയ അവിശ്വാസമല്ലേ? BJP മാത്രമല്ലോ ഈ കോർട്ടിലെ പ്ലെയർ. ബാക്കി എത്ര കക്ഷികൾ, രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയായ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, RJD, CPIM, DMK, TMC, ഇവരെല്ലാവരും അപ്പുറത്ത് നിൽക്കുകയാണ് ഈ അവിശ്വാസമായിട്ട്. അവരുടെ അവിശ്വാസത്തെ പരിഗണിക്കണ്ടേ? അത് സോൾവ് ചെയ്യണ്ടേ? അതിനാണ് ഈ 18 കത്ത്. പക്ഷെ പരിഗണിക്കില്ല, തരില്ല. ഒന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങൾ പറഞ്ഞാൽ ഒന്നും സംഭവിച്ചിട്ടില്ല, വേണമെങ്കിൽ വിശ്വസിച്ചോണം എന്ന മട്ടെടുക്കുക എന്ന് വെച്ചാൽ കമ്മീഷന്റെ തറവാട്ട് സ്വത്തല്ലല്ലോ ഈ നാട്. ഇനി നിഷ്ഠാരണം നിർത്തും. ഞാൻ പറയാം. ആദ്യം ഒരു കാര്യം ഞാൻ പറയട്ടെ. ഒരു സെൻട്രലൈസ്ഡ് സംവിധാനത്തിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയിലെ 100 കോടി വോട്ടർമാരുടെ ഡേറ്റാബേസിലേക്ക് ഒരു വലിയ സംവിധാനം, ഒരു മാഫിയ സംഘം കടന്നു ചെല്ലുന്നു, ഓൺലൈനിലായിട്ട് കടന്നു ചെല്ലുന്നു. എന്നിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവർ ആരൊക്കെയാണെന്ന് അതിൽ നിന്ന് തെരഞ്ഞു പിടിച്ച് അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നു. BJPക്ക് വോട്ട് ചെയ്യേണ്ടവരെ അവിടെ നിന്ന് ഈ സംവിധാനത്തിൽ കൂടെ കയറ്റുന്നു. ഇത് സയൻസ് ഫിക്ഷൻ ആണിത്. അദ്ദേഹത്തിന് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്ന, ഈ യക്ഷിക്കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ആരാണെന്ന് കഥയല്ല, കഥയാണോ ഷാബു പ്രസാദ്? അവരുടെ വാർത്താ സമ്മേളനത്തിൽ പ്രസന്റ് ചെയ്യുകയാണ്. താനറിയാതെ വോട്ട് പോയ ആളുകൾ വന്നു നിന്ന് പറയുകയാണ് രാജ്യത്തോട്. യക്ഷിക്കഥയോ? ഈ വന്നു നിന്ന് പറയുന്ന മനുഷ്യർക്ക് വോട്ടില്ല. ആ വോട്ട് ആരോ ഡിലീറ്റ് ചെയ്തു. ആ ഡിലീറ്റ് ചെയ്ത കേന്ദ്രങ്ങളെ പുലർച്ചെ 4:30 നോക്കൂ. ഇതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ് പ്രകാരം ആപ്ലിക്കേഷന്റെ വെരിഫിക്കേഷൻ, അതിന് ദിവസങ്ങൾ സമയമെടുക്കും. 34 സെക്കൻഡ് കൊണ്ട് വോട്ട് പോയി എന്നതൊരു യാഥാർത്ഥ്യമാണല്ലോ. കമ്മീഷന് മനസ്സിലായി. അപ്പൊ അത് എങ്ങനെ പോയി എന്ന് പരിശോധിക്കാത്ത എന്താണ്? എനിക്ക് പറയുന്ന കേക്ക് നിഷാദ് കിടന്ന് ബഹളം വെക്കാതെ. പറഞ്ഞ ആ വോട്ടുകളൊക്കെ അവിടെ തന്നെ ഭദ്രമായിട്ടുണ്ട് എന്നുള്ള വിവരവും ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. എങ്ങും പോയിട്ടില്ല ആ വോട്ടൊന്നും. പിന്നെ അത് കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടാണെന്നാ പറഞ്ഞത്. പോയിട്ടില്ല എന്ന് പറയാൻ കാര്യം, ബൂത്ത് ഏജന്റിന്റെ അമ്മാവന്റെ വോട്ട് പോയി, പരിശോധിച്ചു, പിടിക്കപ്പെട്ടു. അത് ആക്സിഡന്റലി പിടിക്കപ്പെട്ടതാണ്, ഇല്ലെങ്കിൽ പോവും. അപ്പൊ ഏതോ കേന്ദ്രം പണിയെടുക്കുന്നുണ്ട്. ആ പണിയെടുക്കുന്നത് ആരാണ്? അവർ വേറെ പണിയെടുത്തിട്ടുണ്ടോ എന്നറിയാനാണല്ലോ 18 കത്തയക്കുന്നത്. അതെന്താ വിവരങ്ങൾ കൊടുക്കാത്തത്? ഞാൻ അതിലേക്കാ വരുന്നത്. നിങ്ങളൊന്ന് ഒരു പൊടിക്ക് അടങ്ങേണ്ട നിഷാദ്, ആവേശം ഒന്ന് കുറയ്ക്ക്. അതായത് ഈ ഇലക്ഷൻ കമ്മീഷന് കത്തയച്ചിട്ട് മറുപടി കിട്ടിയില്ല എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും ഗൗരവമുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഇവർ ആവശ്യപ്പെട്ട ഇവിടെ ഈ പറഞ്ഞ അലന്റെ മണ്ഡലത്തില് 6000 ചില്ലാനം വോട്ട്, ആ വോട്ടുകൾ മാറ്റാനുള്ള ശ്രമം അവിടെ നടന്നു. പക്ഷെ അത് ഹെറക്ട് ഹാൻഡഡ് ആയിട്ട് പിടിച്ചു. ഒടുവില് അതിനെതിരെ സംഭവം FIR ഇട്ടു, കേസെടുത്തു. അവർക്ക് പിന്നീട് ഇവർക്ക് ഇന്നത്തെ അവിടുന്ന് ഇലക്ഷൻ ഓഫീസിന്റെ കർണാടകയുടെ പത്രക്കുറിപ്പ് വന്നിട്ടുണ്ട്. ഇവർക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആരാണ് കയറിയത്, എവിടെ നിന്നാണ് കയറിയത്, ഏത് ലോഗിൻ ഉപയോഗിച്ചുകൊണ്ടാണ്, ഏത് ഫോൺ നമ്പറാണ്, ആ IP അഡ്രസ് ഏതാണ്,
അതിന്റെ സമയം ഏതാണ്, ഇതൊക്കെയാണല്ലോ വേണ്ടത്. ആ വേണ്ട വിവരങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനു പുറമെ എന്ത് വിവരമാണ് ഇവർ ചോദിച്ചത്? അവർ കൊടുത്ത ലെറ്ററിന്റെ ആ ലെറ്ററിൽ അവർ എന്താണ് ചോദിച്ചത് എന്ന് ഇവിടെ പറയുന്നില്ല. ഈ യക്ഷിക്കഥകൾ പറയുകയാണ്. ഇതാണ് ഒരു അന്വേഷണത്തിന് ഏറ്റവും ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായിട്ട് വേണ്ട കാര്യങ്ങളാണല്ലോ, പ്രത്യേകിച്ച് ഈ സൈബർ ക്രൈമിന്റെ കാര്യത്തിൽ വേണ്ട. താങ്കളെ ആവർത്തിച്ച് യക്ഷിക്കഥ എന്ന് പറയുന്നു. ഈ വോട്ട് ചോരി ആരോപണത്തിന്റെ സീരീസ് മുഴുവൻ നമ്മൾ കണ്ടതല്ലേ? തൃശ്ശൂരിൽ തുടങ്ങാം. അവിടെ വീട്ടുടമ അറിയാതെ 9 പേര് വോട്ട് ചേർക്കപ്പെട്ടു എന്ന് നമ്മൾ കണ്ടതല്ലേ? അതിൽ പരാതിയില്ലാത്ത ഒരു പാർട്ടിയേ ഉള്ളൂ. ആ പാർട്ടി BJP ആണ്. നാം കണ്ടതല്ലേ? ബാക്കി എല്ലാവർക്കും പരാതിയുണ്ട്. BJPക്ക് പരാതിയില്ല. പിന്നെ അങ്ങോട്ട് പോയാൽ കർണാടകയിലെ മണ്ഡലം നമ്മൾ കണ്ടതല്ലേ? ആ മണ്ഡലത്തിൽ എത്ര പേർ, ഏതെല്ലാം വീടുകളിൽ പേര് ചേർക്കപ്പെട്ടു? അവിടെയും പരാതിയില്ലാത്ത ഒരു പാർട്ടി BJP മാത്രമേ ഉള്ളൂ. പിന്നെയും കണ്ടതല്ലേ? പേരില്ലാത്ത ആളുകൾ, പ്രോപ്പർ ഫോട്ടോഗ്രാഫ് ഇല്ലാത്ത ആളുകൾ, വിലാസമില്ലാത്ത ആളുകൾ, രക്ഷിതാവിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് അക്കങ്ങൾ മാത്രമുള്ളവർ കണ്ടതല്ലേ? ഇത് കണ്ടിട്ടും താങ്കൾ പറയുന്നു യക്ഷിക്കഥയാണ് എന്ന്. അതുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ എന്തെങ്കിലും വെടിപൊട്ടിക്കുകയല്ലോ, ഓരോ പേജ് ബൈ പേജായി സ്ക്രീൻഷോട്ടുകൾ അടക്കം നടത്തിക്കൊണ്ടുള്ള ഒരു പ്രസന്റേഷൻ അല്ലേ സത്യത്തിൽ പ്രതിപക്ഷ നേതാവ് നടത്തുന്നത്? അതെങ്ങനെയാണ് യക്ഷിക്കഥയാവുന്നത്? ഞാൻ യക്ഷിക്കഥ എന്ന് പറഞ്ഞ കഥ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ ഇരുന്നു കൊണ്ട് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഈ 100 കോടി ഡാറ്റാബേസിലേക്ക് കയറി ഇഷ്ടമുള്ളവരെ മാറ്റി ഇഷ്ടമുള്ളവരെ കയറ്റി ഇങ്ങനെയുള്ള സാധനം, അതാണ് ഞാൻ യക്ഷിക്കഥ എന്ന് പറഞ്ഞത്. പിന്നെ ഈ വോട്ടുകളുടെ കാര്യം പറഞ്ഞത്, ഈ വോട്ടുകളുടെ ഞാൻ പറഞ്ഞില്ലേ, അതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഈ 540 മണ്ഡലങ്ങൾ എടുത്താൽ 540 മണ്ഡലങ്ങളിലും ഇതുണ്ടാകും. ഇവിടെ ഈ അടുത്ത കാലത്താണ് BJP നേതാവ് JR പത്മകുമാറിന്റെ അഡ്രസ്സില്, വീട്ടില് തിരുവനന്തപുരത്ത് അഡ്രസ്സില് 56 വോട്ട് ആ ഒരൊറ്റ അഡ്രസ്സിൽ. അദ്ദേഹം വളരെ യാദൃശികമായിട്ടാണ് ഇത് അറിയുന്നത്. ഇപ്പൊ അദ്ദേഹം ഓടി നടക്കുകയാണ് അത് മാറ്റാൻ വേണ്ടിയിട്ട്. നമ്മുടെ സിസ്റ്റത്തിൽ ഈ ഇലക്ട്രൽ റോൾ സിസ്റ്റത്തിൽ ഈ പ്രശ്നമുണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 365 ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള കാരണങ്ങൾ ലഭിക്കും. ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും ഇത് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുമുള്ള പ്രക്രിയയാണ് സാർ SIR. ഇത് ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്, ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വോട്ടേഴ്സ് ലിസ്റ്റ് ആധാറുമായിട്ട് ബന്ധിപ്പിച്ച് അത് ക്ലിയർ ആക്കണം എന്ന് പറയുന്നത്. പക്ഷെ അതിന് നമ്മൾ സമ്മതിക്കില്ല. സമ്മതിക്കില്ല വെച്ചാൽ ആ SIR എങ്ങനെ നടത്തുന്നത്? ആ SIR കമ്മീഷന്റെ സൗകര്യത്തിൽ നടത്തിയാൽ മതിയോ? ബീഹാർ പോലെ ഒരു സ്ഥലത്ത് വെള്ളപ്പൊക്കത്തിന്റെ കാലത്ത് 1 മാസം മാത്രം സമയമെടുത്ത് ആരെയും വിശ്വാസത്തിലെടുക്കാതെ നടത്തുകയാണ്. പലയിടത്തും ആപ്ലിക്കേഷൻ ഫോം പോലും കിട്ടിയിട്ടില്ല, അവരെല്ലാം വെട്ടിമാറ്റിയിരിക്കുകയാണ്. 22 ലക്ഷം പേര് മരിച്ചു എന്ന് എഴുതി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കണക്ക്. അതിൽ തന്നെ ആളുകൾ സുപ്രീം കോടതി പോയിരിക്കുന്നു, ഞങ്ങൾ ഈ പട്ടികയിൽപ്പെട്ടു പക്ഷേ ഞങ്ങൾ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ആ വെട്ടിമാറ്റി 65 ലക്ഷം പേരുടെ പട്ടിക പോലും പ്രസിദ്ധീകരിക്കാതെ മൊത്തത്തിൽ കള്ളത്തരം കാണിക്കുകയാണ്. ഇതാണോ ശുദ്ധീകരണ പ്രക്രിയ? അത് ശുദ്ധീകരണ പ്രക്രിയ എന്ന് കമ്മീഷൻ പറഞ്ഞാൽ പോരല്ലോ, എല്ലാവർക്കും മനസ്സിലാവണ്ടേ? അപ്പോൾ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് സമ്മതിക്കുന്നില്ല എന്ന് വിലപിക്കുകയാണ് നിങ്ങൾ. ശുദ്ധീകരണ പ്രക്രിയ ഇങ്ങനെയാണെങ്കിൽ ആ പ്രക്രിയ വേണ്ട. നിഷാദെ, അതായത് എല്ലാവരെയും വിശ്വാസത്തിലെടുക്കണം എന്ന് പറയുന്നു. നിഷാദിനെയും മീഡിയ വണ്ണിനെയും ഈ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ചെയ്യാൻ കഴിയൂ? വിശ്വസിക്കാൻ തയ്യാറല്ല. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറല്ല. നിങ്ങളെ വിശ്വസിപ്പിക്കുന്നതിനായിട്ട് സൗകര്യത്തിൽ റോഡ് സൈഡിലെ മയിൽക്കുറ്റിയെ വിശ്വസിപ്പിക്കാൻ പറ്റും. ഒരിക്കലും ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ ഈ രാജ്യത്തിന്റെ കോടതിയെ വിശ്വാസമില്ല, ഭരണഘടനാ സ്ഥാപനങ്ങളെ വിശ്വാസമില്ല, പട്ടാളത്തിനെ വിശ്വാസമില്ല, ആരെയും വിശ്വാസമില്ലാത്തവരെ ഞങ്ങൾ ആരെയും വിശ്വസിക്കാനും പോകുന്നില്ല എന്ന് തുറന്നു പറയുന്നവരെ വിശ്വസിപ്പിക്കാൻ എങ്ങനെ ഈ വിശ്വസിക്കാന്ന് പറയാ? ഈ പറയുന്ന മയിൽക്കുറ്റിയൊക്കെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ട് ചെയ്യുന്നത് BJPക്ക്. അത് വിശ്വസിക്കണോ ചുമ്മാതെ അങ്ങ്? അവരൊക്കെ BJPക്ക് വോട്ട് ചെയ്യുന്നത് നിഷാദിന് എങ്ങനെ അറിയാം? കാരണം BJPക്ക് മാത്രം പരാതിയില്ല. ഈ വരുന്ന പ്രശ്നങ്ങൾ ഒരു ഞാൻ പറഞ്ഞ തൃശ്ശൂരിലെ കാര്യം. തൃശ്ശൂരിൽ ഒരു ഫ്ലാറ്റിൽ ഉടമയെ അറിയാതെ 9 വോട്ട് ചേർത്തു. പരാതി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ BJPക്ക് പരാതിയില്ല, കോൺഗ്രസിന് പരാതിയുണ്ട്, CPIക്ക് പരാതിയുണ്ട്. അവരെല്ലാം അവരുടെ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് തന്നെ എടുത്തു. BJP എടുക്കുന്നില്ലല്ലോ. എന്താ BJP എടുക്കാതെ? നിങ്ങളുടെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ് തൃശ്ശൂർ. അവിടെ ഇത്രയും കള്ളവോട്ടിന്റെ കഥ പുറത്ത് വന്നിട്ട് പരാതിയില്ലാത്ത ഒരേ ഒരു പാർട്ടി BJP ആണ്. അപ്പൊ അതിന്റെ ബെനിഫിഷ്യറി ആരാണെന്ന് മനസ്സിലാക്കേണ്ടത്. തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് BJPക്ക് പരാതി ഉണ്ടായിരുന്നു. ഉള്ളപ്പോഴൊക്കെ BJP ചെയ്തിട്ടുള്ളത് ഇതുപോലുള്ള ഇങ്ങനെ പൊറാട്ട നാടകം കളിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. അതിന്റെ സംവിധാനങ്ങളിൽ കൂടി കോടതിയെയും ഈ രാജ്യത്തിന്റെ സംവിധാനങ്ങളെയും നിയമവ്യവസ്ഥയെയും വിശ്വസിച്ച് ആ മാർഗങ്ങളിൽ കൂടെ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. BJPക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിശ്ചയമായിട്ട് ഇവിടെ ഉണ്ട്. ശരി, ഞാൻ പറയാം. കെ ശബരിനാഥൻ ഒന്ന് BJPയുടെ പൊതുവായ ഒരു നെഗറ്റീവ് ഇത് ചുമ്മാ ഈ പരാജയത്തിൽ നിന്നുണ്ടാവുന്ന മോഹഭംഗത്തിന്മേൽ ഉണ്ടാക്കിയിട്ടുള്ള കഥകളാണ് എന്നതാണ്. ശബരിനാഥൻ, ഞാൻ ചോദിക്കുന്നത്, കമ്മീഷൻ പറയുകയാണ്
കമ്മീഷൻ എല്ലാ മറുപടികളും നൽകി കഴിഞ്ഞിട്ടുണ്ട്. കമ്മീഷൻ എല്ലാ വെരിഫിക്കേഷൻ പ്രോസസ്സും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. കമ്മീഷൻ എല്ലാ തരത്തിലുള്ള സുതാര്യതാ മാനദണ്ഡങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ബാക്കിയൊക്കെ വെറുതെ പറയുകയാണെന്നാണ്. അല്ല നിഷാദ്, ആദ്യമേ തന്നെ യക്ഷിക്കഥ എന്ന് ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യക്ഷിക്കഥകൾ പോലും ഹൈടെക്കായിട്ട് ലോക എന്നുള്ള സിനിമ വന്ന് 200 കോടി കേരളത്തിൽ വാരുന്ന ഒരു കാലഘട്ടത്തിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ BJPയുടെ വളരെ ഹൈടെക്കായിട്ടുള്ള ഒരു പദ്ധതിയും ഒരു ഹൈടെക് ക്രൈമിനെയുമാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് ഇവിടെ എക്സ്പോസ് ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓഗസ്റ്റ് 7 ആദ്യത്തെ പത്രസമ്മേളനം ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് വ്യാജ വോട്ടർമാർ, മഹാദേവപുര കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഏകദേശം 1 ലക്ഷത്തോളം വ്യാജ വോട്ടർമാരെ 6 രീതിയിൽ ഉണ്ടാക്കിയെടുത്തതിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ സെപ്റ്റംബർ 19 രണ്ടാമത്തെ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം സംസാരിക്കുന്നത് സംഘടിതമായി എങ്ങനെ വോട്ടർമാരെ ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതിന് കൃത്യമായിട്ടുള്ള 2 അസംബ്ലികളുടെ ഉദാഹരണം തന്നു. ഒന്ന്, ഈ കൽബുർഗി ജില്ലയിലുള്ള കർണാടകത്തിലെ അലിന്ദ് എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 6018 വോട്ടർമാരെ ഡിലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ രജൗറ എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ BJPക്ക് അനുകൂലമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 6850 ആളുകളെ ആഡ് ചെയ്തു. അപ്പോൾ ഈ 6000-ഓളം ആളുകളെ എങ്ങനെയാണ് അലിന്ദ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഡിലീറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത് കൃത്യമായി തന്നെ നമ്മളൊക്കെ ഈ ഫോം 6ഉം ഫോം 7 ഉപയോഗിക്കുന്ന ആളുകളാണ്. ഫോം 7 മുഖാന്തരം ഡിലീറ്റ് ചെയ്യുന്നതിന് പകരം ഏതോ ആളുകളുടെ പേരിൽ ആരോ വന്ന് ഓൺലൈനായിട്ട് കർണാടകത്തിൽ പോലും ഇല്ലാത്ത പല മൊബൈൽ നമ്പറുകൾ വെച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീഷൻ നടക്കുകയാണ്. ഡിലീഷൻ നടക്കുന്നത് രാത്രി 4 മണിക്കും 2 മണിക്കുമാണ്. 36 സെക്കൻഡ് കൊണ്ട് 2 വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെടുകയാണ്. ഒരു 80 വയസ്സുള്ള ഗോദാബായി എന്നൊരു സ്ത്രീ, ആ സ്ത്രീയെ ഇന്ന് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി പ്രസ് കോൺഫറൻസിന് കൊണ്ടുവന്നു. അവരുടെ അക്കൗണ്ടിൽ നിന്ന് 12 ആളുകളെ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആരാണ്? ദൈവം തമ്പുരാൻ ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നതാണോ, അതോ കള്ളിയങ്കാട്ട് നീലി ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നതാണോ? ഇത് കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞ വോട്ടർ, നമ്മൾ വളരെ പ്രഷ്യസ് ആയിട്ട് കാണുന്ന ഈ വോട്ടർ പട്ടികയും സിസ്റ്റത്തിനെയും ഹാക്ക് ചെയ്തുകൊണ്ട് CPMന്റെ BJPയുടെ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് പറഞ്ഞത്. ഇതിനെ എൻഡോർസ് ചെയ്താരാ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇലക്ഷൻ കമ്മീഷന്റെ മറുപടി എന്തായിരുന്നു? അവർ നടന്നിട്ടില്ല, എല്ലാം തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞത് എന്താണ്? രാഹുൽ ഗാന്ധി പറഞ്ഞു 18 പരാതികൾ ഇവിടെ കർണാടക CID പരാതി കൊടുത്തു, മറുപടി കിട്ടിയില്ല എന്നുള്ളത്. അതിന് മറുപടി ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ഇത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിരുന്നു എന്നുള്ളതാണ്. നമ്മൾ FIR കൊടുത്തു എന്നുള്ളത്. FIR കൊടുത്തു എന്നുള്ള ജോലി മാത്രമാണോ ഇലക്ഷൻ കമ്മീഷനുള്ളത്? അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ വാദങ്ങൾക്ക് അതിനാക്കം കൂട്ടിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞ 6018 വോട്ടർമാരുടെ ഡിലീഷൻ അത് ശരിയാണ്, അതെങ്ങനെ നടന്നു എന്ന് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞ് നഗ്നനായി രാജാവ് ഇരിക്കുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞാൽ ഏറ്റവും വലിയ ഇന്നത്തെ ഒരു അപ്രൂവൽ എന്ന് പറഞ്ഞാൽ ശംഭു പ്രസാദും അല്ലെങ്കിൽ BJP സമ്മതിക്കുന്നില്ലെങ്കിലും ജ്ഞാനേഷ് കുമാർ ഇലക്ഷൻ കമ്മീഷനും അത് സത്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2-2.5 വർഷമായിട്ട് നടന്ന ഈ കാര്യം അന്വേഷിക്കാൻ ഇവർ കഴിഞ്ഞിട്ടുണ്ടോ? അതുപോലെ തന്നെ കഴിഞ്ഞ അപവാദം വന്നപ്പോഴേക്കും അതൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ എത്ര തെറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, എത്ര തന്നെ ലൂപ്ഹോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം കൃത്യമാണ്, ഇന്ത്യയുടെ വളരെ പരിപാവനമായിട്ട് ഇലക്ഷൻ സംവിധാനത്തെ റിഗ് ചെയ്തിരിക്കുകയാണ്. ശ്രീ TN ശേഷൻ്റെ ഒരു വൈറലായിട്ട് ഇൻ്റർവ്യൂ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇലക്ഷൻ കമ്മീഷണറാണ്, ഞാൻ ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യയാണ്, അല്ലാതെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷണർ അല്ല എന്ന് ശ്രീ TN ശേഷൻ പറഞ്ഞെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മോദി സർക്കാരിൻ്റെ ചട്ടകമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷണറായിട്ടാണ് ശ്രീ ജ്ഞാനേഷ് കുമാർ പ്രവർത്തിക്കുന്നുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റാ സഹിതം. പിന്നെ എന്ത് യക്ഷിക്കഥയാണ് ഇത്? 3 ആളുകളെ കൊണ്ടുവന്നു, അവരാണ് വോട്ട് ഡിലീറ്റ് ചെയ്യുന്നു പറഞ്ഞു. ആ വോട്ട് ഡിലീറ്റ് ചെയ്ത ആൾക്ക് അറിഞ്ഞുകൂടാ അതെങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നു. വോട്ട് നഷ്ടപ്പെട്ട ആളുകൾക്ക് അറിയില്ല എങ്ങനെയാണ് വോട്ട് നഷ്ടപ്പെട്ടെന്നുള്ളത്. ഫോൺ നമ്പറുകൾ റാൻഡമായിട്ടുള്ള ഫോൺ നമ്പറുകളാണ്. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്ന് സംഭവിച്ചു എന്നുള്ളത് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യമല്ലേ? ലോകത്തിലെ തന്നെ മറ്റു രാജ്യങ്ങൾക്ക്, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് എങ്ങനെ ഇലക്ഷൻ നടത്തണമെന്ന് പഠിപ്പിച്ച രാജ്യമാണ് ഇന്ത്യ. ഏകദേശം 50-60 രാജ്യങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ കൺസൾട്ടൻസി കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയുകയാണ് 6000 വോട്ടുകൾ നഷ്ടപ്പെട്ടത് നമുക്കറിയാം, നമ്മൾ FIR കൊടുത്തിട്ടുണ്ടെന്ന്. ഇതാണ് ഇന്ത്യയുടെ അവസ്ഥ. കൃത്യമായിട്ടുള്ള 2024 ഇലക്ഷന് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻസ് സിസ്റ്റം ഉപയോഗിച്ച്, ആളുകളെ ഉപയോഗിച്ചുകൊണ്ട്, പവർ ഉപയോഗിച്ചുകൊണ്ട്, സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചതിനെതിരെയുള്ള പോരാട്ടമാണ്. ശ്രീ രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ കോൺഫറൻസിൽ പറഞ്ഞ ആദ്യ വാക്കുകൾ നിങ്ങൾ കേൾക്കണം. ഞാൻ ഉത്തരവാദിത്തത്തോടെ പറയുകയാണ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്തം നിലനിൽക്കെ ഞാൻ പറയുകയാണ്, ഇതിൽ ഓരോ കാര്യവും തെളിവ് സഹിതം പറഞ്ഞിട്ടുള്ളതാണെന്നുള്ളത്. തെളിവ് സഹിതം ആൾക്കാരെ കൊണ്ടുവന്നിട്ടും വോട്ട് എൻ്റെ പേരിലാണ് വോട്ട് ഡിലീറ്റ് എന്ന് പറഞ്ഞ ആളുകൾ. ആ സിസ്റ്റം എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം. വോട്ടർ പട്ടികയിൽ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ലഭിച്ച 10 ബൂത്തുകളിലാണ് ഇത്തരത്തിൽ ഡിലീഷൻ നടന്നിട്ടുള്ളത്. അതിൻ്റെ പഠനം നടത്തിയപ്പോൾ ആ ബൂത്തുകളിലെ ഒന്നാമത്തെ, ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നമുക്ക് സീരിയൽ നമ്പറുണ്ട്, അതിൽ ഒന്നാമത്തെ സീരിയൽ നമ്പറുള്ള ആളുടെ പേരിലാണ് ഈ സിസ്റ്റം എടുത്തിരിക്കുന്നത്.
അപ്പം ഇതൊക്കെ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ ഇത്രത്തോളം സെക്യൂർ ആണെന്ന് വിചാരിച്ച ഇലക്ഷൻ കമ്മീഷൻ്റെ ഡേറ്റ ഇവർ ഹാക്ക് ചെയ്യുമ്പോൾ ഇവിടെ ശ്യാമപ്രസാദ് പറയുകയാണ് ഒരു കുഴപ്പവുമില്ല, ഇഷ്ടംപോലെ ഡേറ്റ, ഇഷ്ടംപോലെ തെറ്റുകൾ, ഇതൊരു അബദ്ധ പഞ്ചാംഗമാണ് നിങ്ങൾ തന്നെ പറയുകയാണ്. അങ്ങനെയാണ് പിന്നെ വോട്ടിങ്ങിന് എന്താണ് സംവിധാനം? സത്യം പറഞ്ഞാൽ പലപ്പോഴും കോൺഗ്രസും ഒക്കെ തിരിച്ച് ബാലറ്റ് പേപ്പറിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ അതിൽ ഒരല്പം റിസർവേഷനുള്ള ആളായിരുന്നു ഞാൻ. കാരണം ടെക്നോളജി കാലത്ത് ടെക്നോളജി ഉപയോഗിക്കണം എന്ന് പറഞ്ഞ ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ കോൺഗ്രസ് ആദ്യമേ എടുക്കുന്ന നിലപാട് പ്രതിപക്ഷം പറയുന്ന ബാലറ്റിലേക്ക് പോകണമെന്നുള്ളത് ചിലപ്പോൾ റിഗ്രസീവായിട്ട് ഒരാളുകൾക്കും കേൾക്കുമ്പോൾ തോന്നും എന്നെ പോലത്തെ ആൾ എന്തിനാണ് ബാലറ്റിൽ പോകണമെന്നുള്ളത്. പക്ഷേ ഇപ്പോഴാലോചിക്കുമ്പോൾ അതാണ് കറക്റ്റ്. കാരണം ഇന്ത്യൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് സ്വന്തം മെറിറ്റിൽ ജയിക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ സീറ്റുകൾ തിരഞ്ഞു പിടിച്ചുകൊണ്ട് നിയമസഭാ ഇലക്ഷനുകളും എന്താ പറയുക ലോക്സഭാ ഇലക്ഷൻ ജയിക്കുമ്പോൾ ഇത് എത്ര തവണ ചെയ്തു എന്ന് പഠിക്കേണ്ടിയുണ്ട്. ഇത് തീർന്നിട്ടില്ല. രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള വിവരങ്ങൾ വായിക്കുമ്പോൾ വെളിപ്പെടുത്തിയ വിവരങ്ങൾക്കെല്ലാം ശരിയാവണ്ണമുള്ള പ്രതികരണം നൽകുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിജയിക്കാൻ പറ്റൂ എന്നാണ് ശ്രീ എം പ്രകാശൻ മാസ്റ്റർ. ഇതിനകത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കാണൂ. ഈ രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് വെളിപ്പെടുത്തലുകളെല്ലാം വ്യാജമാണ്, തെറ്റാണെന്നാണ്. ആദ്യത്തെ ഗാനേഷ് കുമാറിന്റെ വാർത്താ സമ്മേളനം ഏതാണ്ട് ഒരു BJP നേതാവിനെ പോലെയായിരുന്നു. അദ്ദേഹത്തെ ആക്ഷേപിക്കാനാണ് സമയം കൂടുതൽ കണ്ടത്, അല്ലാതെ ഈ വെളിപ്പെടുത്തുന്ന വിവരങ്ങൾക്ക് ശാസ്ത്രീയമായ മറുപടി നൽകുന്നതിനല്ല. എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആറ്റിറ്റ്യൂഡ് വളരെ വ്യക്തമാണ്. വോട്ടർ അധികാര യാത്രയിലെ വലിയ ജനപങ്കാളിത്തം കണ്ടതിന് ശേഷവും കമ്മീഷൻ ഇതൊരു ഗൗരവപ്പെട്ട സംഗതിയായിട്ട് വിശ്വാസ്യതാ പ്രശ്നമായിട്ട് എടുക്കുന്നൊന്നുമില്ല. എന്ന് വെച്ചാൽ ഈ സംശയങ്ങളോടെ, ഈ ദുരൂഹതകളോടെ തന്നെ അടുത്ത ബീഹാർ ഇലക്ഷനും അതിനുശേഷമുള്ള കേരള, അസം, പശ്ചിമ ബംഗാൾ ഇലക്ഷൻസും നടക്കുമെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഇതിൽ BJP കഴിഞ്ഞ 11 വർഷമായി ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഈ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കാൻ. CPM അർത്ഥശങ്കക്കടിയില്ലാതെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഫാസിസ്റ്റ് സ്വഭാവത്തോടു കൂടി അമിതാധികാരത്തിലേക്ക് ഈ ഗവൺമെൻറ് പോവുകയാണ്. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമല്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഏത് ഭരണ സംവിധാനങ്ങളെയാണ് കേന്ദ്ര ഗവൺമെൻറ് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് കൊണ്ട് ഉപയോഗിക്കാത്തത്? CBI അവരുടെ പരിധിയിലല്ലേ? ആദായനികുതി വകുപ്പ് അവരുടെ പരിധിയിലല്ലേ? അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അവരുടെ പരിധിയിലല്ലേ? ഫിനാൻസ് കമ്മീഷൻ അവർ സ്വന്തം ഇഷ്ടത്തിന് ഉപയോഗിക്കുകയല്ലേ? നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ ആകെ അധികാര കസേരകളെ സ്ഥായിയായി തങ്ങളുടെ പോക്കറ്റിൽ നിർത്തുന്നതിന് വേണ്ടി നിർലജ്ജമായിട്ട് ഉപയോഗിക്കുന്നു BJPയും അതുപോലെ സംഘപരിവാർ ശക്തികളും. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇലക്ഷൻ കമ്മീഷൻ സംബന്ധിച്ച് സുപ്രീം കോടതി വിധി എന്താ? ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിക്കുന്നത് പ്രധാനമന്ത്രിയും അതുപോലെ പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി നിശ്ചയിക്കുന്ന ഒരാളും ചേർന്നിട്ടാണെന്നല്ലേ? എന്താ അത് മാറ്റിയിരിക്കുന്നത്? ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്ന ആരാ? പ്രധാനമന്ത്രിയും അമിത്ഷായും ചേർന്നിട്ടല്ലേ? സുപ്രീം കോടതി വിധി കാറ്റിൽ പറത്തിക്കൊണ്ട് കോടതിയുടെ ആൾ വേണ്ട, പകരം ഞങ്ങൾ BJPക്കാർ മതി എന്ന് തീരുമാനിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇലക്ഷൻ കമ്മീഷനെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ പറയുന്ന അന്യായമായ കാര്യം ചെയ്യാനാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ MP-മാരെ MLA-മാരെ വിലക്ക് വാങ്ങിച്ച് തങ്ങളുടെ ഗവൺമെന്റിൽ ഉണ്ടാക്കുന്ന ഒരു ചരിത്രം ഈ കഴിഞ്ഞ 11 വർഷക്കാലമുള്ളതുപോലെ എപ്പോഴെങ്കിലും ഉണ്ട്? കോൺഗ്രസിന് നല്ലതുപോലെ അനുഭവമുള്ള കാര്യമാണല്ലോ അത്. അവർക്ക് ജനാധിപത്യത്തോട് തരിമ്പു സ്നേഹമില്ല. അവർക്കാകെ വേണ്ടത് അധികാര കസേരയാണ്. അതിനുവേണ്ടി എന്ത് വൃത്തികേടുകളും ചെയ്യും. ഇപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് നിയമങ്ങളിൽ കൃത്യമായ വ്യവസ്ഥയുണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ ഷാവു പ്രസാദ് പറയുന്നത് കേട്ടാൽ തോന്നുക ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സംശുദ്ധ ഗവൺമെന്റ് വന്നിരിക്കുന്നു. ജനാധിപത്യത്തോട് ഇത്രയേറെ സ്നേഹമുള്ള മറ്റൊരു ഗവൺമെന്റ് ഇന്ത്യയിൽ വേറെയില്ല. ശുദ്ധ പോർക്കല്ലേ? ഇതുപോലെ ജനാധിപത്യത്തെ വ്യഭിചരിക്കുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ എപ്പോൾ ഉണ്ടായിട്ടുണ്ട്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാവയായിട്ട് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഞാൻ ചോദിക്കട്ടെ, എത്ര പരാതികൾ വന്നു നരേന്ദ്രമോദിക്കെതിരായിട്ട്? ഒരൊറ്റ പരാതിയിൽ ഒരു നോട്ടീസ് അയക്കാൻ ധൈര്യം നട്ടല് കാണിച്ചോ ഇലക്ഷൻ കമ്മീഷൻ? ആർക്കാ അവസാനം നോട്ടീസ് അയച്ചിരിക്കുന്നത്? BJPയുടെ പ്രസിഡന്റിന് അല്ലേ? എന്നാൽ പ്രതിപക്ഷത്തോട് കാണിക്കുന്ന നിലപാടെന്താ? ഇവിടെ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലുമെല്ലാം തന്നെ ആയിരക്കണക്കിന് ബൂത്തുകൾ പിടിക്കുന്നുവെന്ന് ഞങ്ങളുടെ പാർട്ടി ആക്ഷേപിച്ചു. അന്വേഷിച്ചോ? അത് സംബന്ധിച്ച് അന്വേഷിക്കാൻ കമ്മീഷൻ ഉണ്ടായോ? അപ്പൊ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞ പോലെ BJPയെ സംഘപരിവാറിനെ സേവിക്കുന്ന സംവിധാനമാണ്. അവർ അതാണ് ഈ രാജ്യത്ത് നടപ്പാക്കുന്നത്. അതിനെ ചെറുക്കുന്നതിന് ഒറ്റക്കെട്ടായിട്ട് എങ്ങനെയാണ് സാധ്യമാവുക? ഇതാണ് ഗൗരവമായിട്ടുള്ള പ്രശ്നം. ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ 10 വോട്ടുകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമല്ല, അധികാരം പിടിക്കാൻ എന്ത് വൃത്തികേടുകളും. അതിപ്പോ വോട്ടേ വേണ്ട എന്നുള്ളതാണെങ്കിൽ അത് സ്വീകരിക്കാൻ വേണ്ടി സന്നദ്ധമാണ്. ഇപ്പോ ഈ കേസ് സുപ്രീം കോടതിയിലുണ്ട്. സുപ്രീം കോടതി വിധി എന്താ? സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് ഇടക്കാല വിധിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താ? ജനങ്ങളുടെ വിശ്വാസം സൂക്ഷിക്കാൻ പാകത്തിൽ സുതാര്യമായിട്ടല്ലാതെ ഒന്നും നടക്കാൻ പാടില്ല. നടക്കുന്നുണ്ടോ?
ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന മറുപടികൾ വായിച്ചോ? എന്താ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ആളെ ഒഴിവാക്കാൻ അധികാരമുണ്ട്. ആ ലിസ്റ്റ് ആരോടും പറയേണ്ട, ഇത് സുപ്രീം കോടതിയാണ് പറയുന്നത്, ആ ലിസ്റ്റ് ആരോടും പറയേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. അതാണല്ലോ അവർ കൊടുത്തിരിക്കുന്ന മറുപടി. പക്ഷെ സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ പുറത്താക്കിയിരിക്കുന്ന 65 ലക്ഷം വോട്ടർമാരുടെ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റ് പുറത്താക്കാനുള്ള കാരണം പ്രസിദ്ധീകരിക്കണം. കേസ് നടക്കല്ലേ? ആ കേസ് നടക്കുന്നതിനിടയിലല്ലേ ഡൽഹിയിൽ ഈ പറയുന്ന ഇന്റൻസീവായിട്ടുള്ള റിവിഷൻ നടപ്പാക്കാൻ തീരുമാനിച്ചത്? ഇപ്പൊ കേരളത്തിൽ നാളെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചിരിക്കുകയാണ്. എന്താ ഇലക്ഷൻ കമ്മീഷന്റെ പ്രസ്താവന? ഞങ്ങൾ സുതാര്യമായി ലളിതമായി ഈ കാര്യം നടത്തും. എന്ത് കാര്യം നടത്താൻ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായിട്ടൊരു ബോഡിയാണ്. അവരുടെ നിഷ്പക്ഷത ജനങ്ങൾക്ക് ബോധ്യം വരേണ്ടത്. സുപ്രീം കോടതി അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ജനങ്ങൾ എന്തായാലും വേണ്ടില്ല, രാഷ്ട്രീയ പാർട്ടികൾ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, നിങ്ങൾ പട്ടികൾ കുരക്കട്ടെ, സാർത്ഥവാഹ സംഘം മുന്നോട്ട് എന്ന് പറഞ്ഞ പോലെ രാജ്യത്തിലെ ജനാധിപത്യത്തെ വ്യഭിചരിച്ച് അതിനെ ന്യായീകരിക്കാൻ നിൽക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, അവർക്ക് വേണ്ടി വാദിക്കുന്ന ഷാബു പ്രസാദ് അടക്കമുള്ള ആളുകളെ കുറച്ചു കാലം കഴിയുമ്പോൾ, ഇപ്പോ ഹിറ്റ്ലറും മുസോളിനും ഒന്നും ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരും അധിക്ഷേപിച്ചിരുന്നില്ല. പക്ഷെ നമുക്കറിയാം ഇന്ന് ഈ ലോകത്ത് അതുപോലെ കൊള്ളരുതാത്തവർ വേറെ ഉണ്ടായിട്ടില്ലെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷാബു പ്രസാദ് അടക്കമുള്ള ആളുകൾ ചരിത്രം അങ്ങനെ രേഖപ്പെടുത്തും. നിസാം സെയ്ദ് നോക്കൂ, ഇവിടെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു, യുവാക്കളെ നിങ്ങൾ ഉണരണം, ഇത് നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ഭാവിയും നിങ്ങളുടെ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് എന്ന് പറയുന്നു. അദ്ദേഹം ബീഹാറിൽ ഒരു വോട്ടർ അധികാര യാത്ര നടത്തി. അവിടെ വലിയതുള്ള ആൾക്കൂട്ടം അദ്ദേഹത്തെ കേൾക്കാൻ വന്നു. അപ്പം അദ്ദേഹം പറയുന്ന ഈ സംഗതി ഒരു ട്രെൻഡിങ് സബ്ജക്റ്റ് ആണെന്ന് ഇന്ത്യയിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പം നോർത്ത് ഇന്ത്യൻ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ നോക്കിയാൽ അവരൊക്കെയും ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഇതിനെ എടുക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ പേജുകൾക്കെല്ലാം വലിയ ട്രാക്ഷൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, കോടതിയിൽ നിന്ന് ഒരു തീർപ്പ് വേഗത്തിൽ ഉണ്ടാക്കുക എത്ര എളുപ്പമാണെന്നറിയില്ല. കമ്മീഷൻ ഇതിനകത്ത് അഡമൻ്റായ പൊസിഷനിൽ നിൽക്കുകയാണ്, അവരെ കൊണ്ട് തിരുത്തിക്കുക എന്ന് മാത്രം എളുപ്പമാണെന്നും അറിയില്ല. സോ ഇത് പിന്നെ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ജനങ്ങളെ ഈ കാര്യത്തിൽ പരമാവധി ബോധവൽക്കരിക്കുകയും അവരെ അവകാശബോധമുള്ളവരാക്കി മാറ്റുകയും ചെയ്യുക എന്നാണ്. ആ പ്രോസസ്സിൽ എന്തുമാത്രം മുന്നോട്ട് പോകാൻ രാഹുലിൻ്റെ ടീമിന് പ്രതിപക്ഷ നിരയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്? ശ്രീ നിസാം സെയ്ദ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ 2 പത്രസമ്മേളനങ്ങളിലായി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ, ഇന്ത്യയുടെ ജനാധിപത്യത്തെ, വോട്ടർ പട്ടികയെ അട്ടിമറിച്ചുകൊണ്ട് ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നതിനെക്കുറിച്ച് ഗൗരവമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. ഈ ആരോപണങ്ങളോട് സത്യസന്ധമായും ആത്മാർത്ഥമായും പ്രതികരിക്കേണ്ട ജോലി ഉള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാ സംവിധാനമാണ് ഇലക്ഷൻ കമ്മീഷൻ. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകൾ നീതിയുക്തമായും സുതാര്യമായും നടപ്പിലാകുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യതയുള്ള ഭരണ സംവിധാനമാണ് ഇലക്ഷൻ കമ്മീഷൻ. രാഹുൽ ഗാന്ധി ഒരേ ആരോപണം വീണ്ടും ആവർത്തിക്കുകയല്ല. രാഹുൽ ഗാന്ധി ഓരോ പത്രസമ്മേളനത്തിലും വ്യത്യസ്തമായ ആരോപണങ്ങളായിട്ടല്ല, തെളിവ് സഹിതം അദ്ദേഹം വസ്തുതകൾ നിരത്തിവെക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത് എന്തായിരുന്നു? ഇലക്ഷൻ കമ്മീഷൻ്റെ ഏറ്റവും വലിയ ആയുധം സുതാര്യതയായിരുന്നു ആകേണ്ടിയിരുന്നത്. ഇലക്ഷൻ കമ്മീഷൻ സത്യസന്ധമായി ഇതിനെ പ്രതിരോധിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ നമ്മൾ കണ്ടു, ഇലക്ഷൻ കമ്മീഷൻ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളോട് പ്രതികരിച്ചത് വളരെ ബാലിശമായ, വളരെ ക്രൂരമായ പരിഹാസത്തോടു കൂടിയാണ്. അദ്ദേഹം ഉയർത്തിയ ഒരു വാദങ്ങളോടും സത്യസന്ധമായി പ്രതികരിക്കാൻ തയ്യാറായില്ല. വോട്ടർ പട്ടിക ലഭ്യമാക്കാൻ തയ്യാറായില്ല. 5 മണിക്ക് ശേഷമുള്ള വീഡിയോ റെക്കോർഡിങ്ങുകൾ ലഭ്യമാക്കാൻ തയ്യാറായില്ല. ഇലക്ഷൻ കമ്മീഷന് സ്വാഭാവികമായും ചെയ്യാമായിരുന്ന ഒരു കാര്യം, ഡിജിറ്റൽ വോട്ടർ പട്ടിക ഇവർ ലഭ്യമാക്കിയിരുന്നെങ്കിൽ ഈ പരാതികളൊക്കെ ഒഴിവാകുമായിരുന്നു. അല്ലെങ്കിൽ ഈ പരാതികളുണ്ടെങ്കിൽ അവയിൽ തെറ്റുണ്ടെങ്കിൽ അവയൊക്കെ മാറ്റാൻ കഴിയുമായിരുന്നു. ഡിജിറ്റൽ വോട്ടർ പട്ടിക ലഭ്യമാക്കാൻ ഇലക്ഷൻ കമ്മീഷൻ വിസമ്മതിക്കുന്നു എന്നുള്ളിടത്ത് തന്നെ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറി പ്രക്രിയയിൽ ഇലക്ഷൻ കമ്മീഷൻ പങ്കാളിയാണ് എന്നുള്ള ബോധ്യം ഇന്ത്യയിലെ പൊതുസമൂഹത്തിന്, സാമാന്യ ജനങ്ങൾക്കുണ്ടാകുന്നു. അതുപോലെ തന്നെ 5 മണിക്ക് ശേഷമുള്ള വീഡിയോ റെക്കോർഡിംഗ് ലഭ്യമാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ ന്യായം നമുക്ക് കേട്ടാൽ ലജ്ജ തോന്നുമായിരുന്നു. സ്ത്രീകളുടെയും അമ്മമാരുടെയും പെങ്ങന്മാരുടെയും ദൃശ്യങ്ങൾ പരസ്യമാക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. എത്രയോ ടെലിവിഷൻ ചാനലുകൾ പോളിംഗ് ബൂത്തുകളിൽ കടന്നു ചെന്ന ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അവയൊക്കെ എത്രയോ ചാനലുകളിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇതൊന്നും അറിയാത്ത ഇലക്ഷൻ കമ്മീഷൻ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ കഴിയില്ല എന്നുള്ള വളരെ ബാലിശമായ, വളരെ ക്രൂരമായ ഒരു പരിഹാസമാണ് ആ ഘട്ടത്തിൽ ഉയർത്തിയത്. ഇന്നിപ്പോൾ 2 മണ്ഡലങ്ങളുടെ പ്രത്യേകമായ കണക്കെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി കൃത്യമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. നമുക്കറിയാം, അലദ് എന്ന് പറയുന്ന കർണാടകത്തിലെ നിയമസഭാ മണ്ഡലം, അവിടെ 2018 നടന്ന തെരഞ്ഞെടുപ്പിൽ BR പാട്ടീൽ എന്ന കോൺഗ്രസിൻ്റെ വളരെ ജനപ്രിയനായ നേതാവ് 500 വോട്ടുകൾക്ക് പരാജയപ്പെട്ടതാണ്.
അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ അടുത്ത തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയെക്കുറിച്ച് വളരെ ജാഗരൂകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബൂത്ത് ലെവൽ ഏജൻറ്റുമാരെ ഒക്കെ അദ്ദേഹം അലേർട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഒരു ബൂത്ത് ലെവൽ ഏജൻറ്റ് ഇത്തരം നിങ്ങൾ എല്ലാവരും വിശദമായി പറഞ്ഞു, ഇത്തരം ക്രമക്കേടുകൾ കണ്ടുപിടിച്ചു. ആ ക്രമക്കേടുകൾ കണ്ടുപിടിച്ചു. ആ പ്രക്രിയ തുടരുവാൻ അദ്ദേഹം അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ വോട്ടർ ലിസ്റ്റിൽ നിന്നും 6018 പേരെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളെ തടയിടുവാൻ കഴിഞ്ഞു. അടുത്ത കർണാടകത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഇതിനെക്കുറിച്ചൊരു കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസ് അവിടുത്തെ CBCID അന്വേഷിക്കുന്നു. CBCID ഇലക്ഷൻ കമ്മീഷനോട് 4 കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. ഇതൊക്കെ മൊബൈൽ ഫോണിൽ കൂടിയാണ് ഈ അഡീഷനും ഡിലീഷനുമുള്ള ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. ആ മൊബൈൽ ഫോൺ നമ്പറുകൾ ലഭ്യമാക്കുക. ഈ മൊബൈൽ ഫോൺ നമ്പറുകൾ ലഭ്യമാക്കുക. ആ മൊബൈൽ ഫോണിലേക്ക് OTPകൾ വന്നിരണം. ആ OTP ട്രെയിലുകൾ വ്യക്തമാക്കുക. അതുപോലെ തന്നെ ഇവയൊക്കെ IP അഡ്രസ്സ് ലഭ്യമാക്കുക. ഇതിൻ്റെ ഈ ഡിവൈസുകളുടെയൊക്കെ ഡെസ്റ്റിനേഷൻ പോർട്ടൽ ലഭ്യമാക്കുക. ഈ 4 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 18 കത്തുകൾ CBCID ഇലക്ഷൻ കമ്മീഷൻ നൽകുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഇന്നും അവകാശപ്പെടുന്നതല്ല. ഇലക്ഷൻ കമ്മീഷൻ ഇത് അവകാശപ്പെട്ടെന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഇതേവരെ ലഭ്യമായിട്ടില്ല. ഇത് ലഭ്യമാക്കി എന്നുള്ളതിന് യാതൊരു തെളിവും ഇലക്ഷൻ കമ്മീഷൻ പറയുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ഒരു ന്യായം ഓൺലൈനായിട്ട് വോട്ടുകൾ ചേർക്കാനോ ഡിലീറ്റ് ചെയ്യാനോ കഴിയില്ല എന്നുള്ളതാണ്. വോട്ടുകൾ ചേർക്കാനും ഡിലീറ്റ് ചെയ്യാനും കഴിയുന്ന ഇലക്ഷൻ കമ്മീഷനാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിനൊക്കെയുള്ള ആപ്ലിക്കേഷൻ ഓൺലൈനായി സബ്മിറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഓൺലൈനായി സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ എന്ന ഇലക്ഷൻ കമ്മീഷനാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിലെ പേരുകൾ ചേർക്കുകയോ വെട്ടിക്കളയോ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി നടന്നിട്ടുണ്ടെങ്കിൽ സെൻട്രലൈസ്ഡായിട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവുകളാണ്. ഈ ഫോണുകൾ നമ്പറുകളൊന്നും കർണാടകത്തിൽ പ്രവർത്തിക്കുന്നതല്ല, കർണാടകത്തിന് പുറത്ത് പ്രവർത്തിക്കുന്നതാണ്, മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നതാണെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്. ഈ ആരോപണത്തെ പൊളിക്കാൻ ഒരു തടസ്സവുമില്ല. ഇതിൻ്റെയൊക്കെ IP അഡ്രസ്സും ഇതിൻ്റെയൊക്കെ ഫോൺ നമ്പരും OTP ട്രെയിലും ഒക്കെ പരസ്യമാക്കിയാൽ ആ ആരോപണങ്ങളൊക്കെ അവിടെ അവസാനിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ആ ആരോപണങ്ങളിൽ അന്വേഷണങ്ങൾ നടത്താവുന്നുള്ളൂ. അതിനൊന്നും ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകാത്തത് കൊണ്ട് ഇന്ത്യയിലെ വോട്ടർ പട്ടികയിൽ ഗുരുതരമായ അട്ടിമറികൾ നടത്തി ഇന്ത്യയിലെ ജനാധിപത്യത്തെ ആകെ സംശയത്തിൻ്റെ നിഴലിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയിൽ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. ഇതിനെ എങ്ങനെ നേരിടാൻ കഴിയും എന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം. ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് ആദ്യം ആവശ്യപ്പെട്ടത് അഫിഡവിറ്റ് കൊടുക്കാനാണ്. ഏത് ചട്ടം അനുസരിച്ചാണ് അഫിഡവിറ്റ് ആവശ്യപ്പെട്ടതെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ഈ വോട്ടർ പട്ടിക നിലവിലുള്ള വോട്ടർ പട്ടികയല്ല. 2023 24 തെരഞ്ഞെടുപ്പുകളാണ്. 23 24 തെരഞ്ഞെടുപ്പുകളെ വോട്ടർ പട്ടികയെക്കുറിച്ച് ഇനി ഒരു അന്വേഷണം ഒരു പരാതിയുടെ മേൽ നടത്താൻ കഴിയില്ല. ഇലക്ഷൻ കമ്മീഷന് സ്വമേധയാ നടത്താൻ കഴിയും. അല്ലാതെ ഒരു പരാതി നൽകിയാൽ ആ പരാതി നിലനിൽക്കില്ല. അതിനേക്കാൾ വിചിത്രമായി തോന്നിയ ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധി മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടതാണ്. ഇന്ത്യയുടെ ഇലക്ഷൻ ചട്ടത്തിൽ ഏതെങ്കിലും ഒരു ചട്ടത്തിൽ ഒരു പരാതി ഉന്നയിച്ചാൽ മാപ്പ് പറയണം എന്ന് പറയാൻ അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ആ കാര്യത്തിൽ സ്വീകരിക്കുന്നതെല്ലാം ഒരുതരം നിഷേധാത്മകമായ സമീപനമാണ്. ആ സമീപനം നമ്മുടെ ജനാധിപത്യത്തിനും നമ്മുടെ തെരഞ്ഞെടുപ്പ് ആരോഗ്യത്തിനും എന്തുമാത്രം ഗുണപരമാണ് എന്ന ചോദ്യമുണ്ട്. ഒപ്പം രാഹുൽ ഗാന്ധി ഇനിയും പൊട്ടിക്കുന്നു പറയുന്ന ഹൈഡ്രജൻ ബോംബുകൾക്കകത്തുള്ളത് എന്താണെന്നുള്ള ചോദ്യമുണ്ട്. ചർച്ചയിലേക്ക് വീണ്ടും കെ ശബരിനാഥൻ, ഇപ്പോൾ ഹൈഡ്രജൻ ബോംബ് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു രാഹുൽ ഗാന്ധി. ഇപ്പോൾ ലോജിക്കലി പരിശോധിക്കുന്ന ആർക്കും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ തന്നെ ശബരി കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ തന്നെ ലോജിക്കലി പരിശോധിക്കുന്ന ഒരാൾക്ക്, നിയമപരമായി പരിശോധിക്കുന്ന ഒരാൾക്ക് വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണ്. പക്ഷേ കമ്മീഷന്റെ സമീപനം എന്താണെന്ന് കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ഹൈഡ്രജൻ ബോംബ് തന്നെയും രാഹുൽ ഗാന്ധി കൊണ്ടുവന്നാൽ, ഇതിനേക്കാൾ വലിയ വിവരങ്ങൾ കൊണ്ടുവന്നാൽ അതൊന്നും വിശ്വസിക്കേണ്ടതില്ല. രാഹുൽ ഗാന്ധി തോറ്റതിൻ്റെ കുശുമ്പ് പറയുകയാണ് എന്ന് പ്രതികരിക്കാൻ കഴിയുന്ന ഒരു ആംബിയൻസ് BJP ഉണ്ടാക്കി കഴിഞ്ഞോ? ഇല്ല, അവരുണ്ടാക്കിയ ആംബിയൻസിലാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ സാധാരണക്കാർക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയോട് പ്രത്യേക മമത ഇല്ലായിരുന്ന ഒരു കൂട്ടം, നമ്മൾ അറിയാവുന്ന നോർത്ത് ഇന്ത്യയിലുള്ള കൂട്ടത്തിലെ ആളുകളുടെ ഇടയിൽ പോലും വലിയൊരു സ്വീകാര്യത ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയം ശ്രദ്ധിക്കാത്ത പല യുവാക്കൾ പോലും ഈ വോട്ട് ചോരി എന്താണെന്ന് പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും തുല്യമായിട്ടുള്ളൊരു അവകാശം ഈ നാട്ടിലുള്ളതാകെയുള്ളത് ആ ഒരു വോട്ടാണ്. ആ ഒരു വോട്ട് പോലും, എൻ്റെ വോട്ടെന്നുള്ളൊരു ബേസിക് അവകാശത്തെ പോലും ഇല്ലാതാക്കിക്കൊണ്ട് ഒരു സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ സർക്കാരിൻ്റെ പതനം തുടങ്ങിയിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് പാർട്ടി വളരെ ജാഗ്രതയോടെ തന്നെ ഇപ്പോൾ കേരളത്തിനടുത്ത് SIRൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നേരത്തെ കറക്റ്റാണ്. SIR ബീഹാർ എന്ന സമയപ്പോഴാണ്
ഇലക്ഷന് 4 മാസം മുമ്പ് അവിടുത്തെ മഴയും വെള്ളപ്പൊക്കം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള പോലെ നമ്മുടെ നാട്ടിലുള്ള 2 ഇരട്ടി വെള്ളപ്പൊക്കമാണ്. വെള്ളപ്പൊക്കമുള്ള സമയത്താണ് അവർ ഇത് നടത്തുന്നത്. ഏറ്റവും കൂടുതൽ ബീഹാറുകൾ നാട്ടിന് വെളിയിൽ ജോലി ചെയ്യുന്നവരാണ്. ഒറ്റയടിക്ക് തന്നെ 10-40 ലക്ഷം ആളുകൾ ഡിലീറ്റ് ചെയ്തേക്കാണ്. അതായത് ഇനിയിപ്പോൾ കേരളത്തിൽ SIR നടത്തുന്നു. എൻ്റെ അഭിപ്രായം പറയണം, SIR നടത്തുമ്പോൾ പ്രശ്നം എന്താണ്? പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവുകയാണ് അടുത്ത 2 മാസത്തിനകത്ത്. ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞ് നിയമസഭാ ഇലക്ഷൻ നടക്കുകയാണ്. ഇപ്പോഴാണോ കേരളത്തിൽ SIR നടത്തേണ്ടത്? ഈ കേരളത്തിലെ വോട്ടർമാർക്കിടയിലേക്ക് ഇപ്പോൾ SIR കൊണ്ടിറങ്ങിയാൽ ഇനി മനസ്സിലാക്കേണ്ടത് നവംബർ അവസാനമാകുമ്പോഴത്തേക്കും പുതിയ ത്രിതല പഞ്ചായത്ത് ഭരണസമിതികൾ വരും. ആ ഗ്യാപ്പിനിടയ്ക്ക് SIR കൊണ്ടുപോകുകയാണെങ്കിൽ എന്ത് കൺഫ്യൂഷനാണ് അത് ഉണ്ടാക്കുന്നത്? ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്ര ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റും? ആ നവംബർ കഴിഞ്ഞാൽ പിന്നെ ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും അടുത്ത ഇലക്ഷനുള്ള നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതൊക്കെ നടത്തുന്നതിന് ഒരു ടൈം ലൈനും നോക്കാതെ ചെയ്യുന്ന ഈ കാര്യങ്ങൾ ചില പ്രത്യേക അജണ്ട കൊണ്ട് നടത്തുകയാണെന്നുള്ള സംശയം ആളുകൾക്ക് വരുന്നത് അതുകൊണ്ടാണ്. എന്നിരുന്നാലും ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ ആളുകൾ തിരികെ കയറ്റുവാനും ഇഷ്ടമുള്ള അവകാശങ്ങൾ വലിച്ചെടുത്തുകൊണ്ട് പണ്ടൊക്കെ പറയുന്നത് തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾ ഈ നാട്ടിൽ ജീവിച്ചാൽ മതി, തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾ ഇനി വോട്ട് ചെയ്താൽ മതി എന്നൊക്കെയുള്ള ഈ BJPയുടെ അഹങ്കാരം ഇനി മുന്നോട്ട് പോവുകയില്ല. ഈ രാഹുൽ ഗാന്ധി ഇപ്പോൾ നമ്മൾ ഈ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് നമ്മളിപ്പോൾ വെളി വന്നിട്ടുള്ളത്. ഇതൊക്കെ അവസാനം പഠിച്ചു വരുമ്പോൾ വൺ മോർ തിങ്, ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു പ്രോസസ്സാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുകയില്ല. ഇതിനകത്ത് സോഫ്റ്റ്വെയർ ഓടിക്കാൻ പറ്റത്തില്ല. ഏകദേശം ഒരു റൂം നിറകെയുള്ള ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടാണ് വോട്ട് ചോരിയുടെ ഫസ്റ്റ് ഒരു അസംബ്ലിയുടെ കാര്യം പഠിച്ചത്. ഇതുപോലെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ അസംബ്ലികളും നോക്കുകയാണെങ്കിൽ, എല്ലാ ലോക്സഭ നോക്കുകയാണെങ്കിൽ എത്ര വർഷം പഠിച്ചാലും തീരത്തില്ല. പക്ഷേ ഇതിലൊക്കെ എന്തോ ഉണ്ട്, ഒരു മാനിപ്പുലേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ചില പഠനങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട്. അതിനെ ശരിയായ രീതിയിൽ ആണ് ഈ പഠനങ്ങൾ പോകുന്നത്. അത് ഇലക്ഷൻ കമ്മീഷന് മറുപടി നൽകേണ്ടി തന്നെ വരും. അതിനകത്ത് കോടതി അടക്കം അനുകൂലമായി നിൽക്കുന്നുണ്ട്. നേരത്തെ ആധാറിൻ്റെ കാര്യം പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ ആദ്യം ആധാർ സമ്മതിച്ചില്ലല്ലോ. ഇപ്പോൾ കോടതിയല്ലേ ആധാർ എടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലുള്ള കോടതിയിലെ ക്രിയാത്മകമായിട്ട് ഇടപെടലുകൾ വരുന്നു തന്നെയുള്ള വിശ്വാസം നമുക്കുണ്ട്. ശരി, ഷാബു പ്രസാദ്, ഇപ്പോൾ ഈ SIRന്റെ കാര്യം തന്നെ നോക്കൂ. SIR നടപ്പിലാക്കുമ്പോൾ ബീഹാറിൽ നടന്ന അസ്വാഭാവികമായ സംഗതികളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്നാമത് ആളുകൾക്ക് പ്രോപ്പറായിട്ട് പലയിടത്തും വിതരണം ചെയ്തില്ല. പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് BJPക്ക് വോട്ട് കിട്ടില്ല എന്ന് ഉറപ്പുള്ള പലയിടത്തും വിതരണം ചെയ്യപ്പെട്ടില്ല എന്നാണ്. പല ആളുകളും അവരുടെ പേര് വോട്ടർ പട്ടികയിൽ പുതിയ പട്ടികയിൽ ഇല്ല എന്നറിയുമ്പോഴാണ് പരാതിയായിട്ട് വരുന്നത് തന്നെ, ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന്. പിന്നെ ബീഹാറിൻ്റെ സവിശേഷത നമുക്കറിയാവുന്നതുമാണ്. എന്നിട്ട് ഈ പട്ടിക പ്രസിദ്ധീകരിക്കുന്നില്ല. ആധാർ പറ്റില്ല എന്ന വിചിത്രമായ ഒരു നിലപാട് സ്വീകരിച്ച് അതിനുവേണ്ടി ശാഠ്യം പിടിക്കുന്നു. അവസാനം സുപ്രീം കോടതി ഇടപെടേണ്ടി വന്നു. സുപ്രീം കോടതിക്ക് മനസ്സിലായി ആധാർ എല്ലാത്തിനും നിർബന്ധമാണ്, പിന്നെ ഇതിന് പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അപ്പോൾ എന്തൊക്കെയോ ദുരൂഹമായ ഇടപാടുകളിലൂടെ വോട്ട് വെട്ടാനുള്ള പദ്ധതി കമ്മീഷനുണ്ടായിരുന്നു. സ്വാഭാവികമായി സംശയം ഉയർന്നു വരികയാണല്ലോ. ആ സംശയത്തെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 1 ഡസനോളം പാർട്ടികൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. 1 ഡസനോളം പാർട്ടികൾ ചില്ലറ പാർട്ടികളല്ല, സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടികൾ, അതത് പ്രാദേശിക തലത്തിൽ ഏറ്റവും ശക്തമായ പാർട്ടികൾ. അവയുടെ ഈ വിയോജിപ്പിനെ, അവരുയർത്തിക്കൊണ്ടുവരുന്ന ഈ പ്രശ്നങ്ങളെ അവഗണിച്ചങ്ങ് പോയി കളയാം എന്നാൽ പോകാൻ പറ്റും, സംശയമില്ല പോകാൻ പറ്റും. കാരണം പവർ ഇപ്പോൾ BJPയുടെ കയ്യിലാണ്. BJP പറയുന്നതിനൊപ്പം ചലിക്കുന്ന പോലെയാണ് കമ്മീഷനും കാണുമ്പോൾ തോന്നുന്നത്. പക്ഷേ അങ്ങനെ എത്ര കാലം പോകാൻ പറ്റും? ആരെയും പരിഗണിക്കാതെ, ഒരു വിയോജിപ്പും എടുക്കാതെ, ഒരു പരാതിയും പരിഗണിക്കാതെ. സീരിയസ് ആയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരാതികളാണെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടതാണ്, പരിഗണിക്കുകയും ചെയ്യണം. അതിൻ്റെ അകത്തൊന്നും ഒരു സംശയവുമില്ല. പക്ഷേ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടുകൂടിയും രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയും തങ്ങൾക്ക് വിജയിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ഈ സിസ്റ്റമേ ശരിയല്ല, ഈ സിസ്റ്റം മുഴുവനും ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയാണ് എന്ന ആരോപണവുമായിട്ട് വരുമ്പോൾ അതിനെ അവഗണിക്കാനേ പറ്റുള്ളൂ. നിഷാദ്, അല്ല, അത് തീരുമാനിക്കേണ്ടത് ആരാണ്? കമ്മീഷനാണോ? ഇത് രാഷ്ട്രീയ ഉദ്ദേശത്തോടെ ഉള്ളതാണെന്ന് കമ്മീഷൻ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുക? അത് ആർക്കും കോമൺ സെൻസോടുകൂടി ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇനി ശരി, നിങ്ങൾ പറയുന്നു, നിങ്ങൾ ഇവിടെ 4 പേരും ഒരേപോലെ പറയുന്നു, BJP ഗവൺമെന്റ് വോട്ട് മോഷ്ടിച്ചാണ് അധികാരത്തിൽ വന്നത്, കമ്മീഷൻ അതിന് ഇത് നിൽക്കുന്നു, കമ്മീഷൻ അതിന് കൂട്ടു നിൽക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഈ സിസ്റ്റം മുഴുവനും പ്രശ്നമാണ്, സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ കൂടെ ഇതെല്ലാം ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് നീതി കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പോൾ ആ സിസ്റ്റത്തിനെ കൊണ്ട് നീതി ചെയ്യിക്കേണ്ടത് എങ്ങനെയാണ്? നിങ്ങൾക്ക് 2 മാർഗങ്ങളുണ്ട് പ്രധാനമായും. അത് ഈ നാട്ടിലെ നീതിന്യായ സംവിധാനത്തിനെ സമീപിക്കുക എന്നുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷനെയും കേന്ദ്ര ഗവൺമെന്റിനെയും ഒക്കെ വിടും. അവർ കള്ളന്മാരും കൊള്ളക്കാരും അധാർമികളും ദുഷ്ടന്മാരും
ഫാസിസ്റ്റുകളും വർഗീയ കുന്തം കുടച്ചക്രം എന്തൊക്കെയാണ്. അവരിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും നീതി പ്രതീക്ഷിക്കുന്നില്ല, നിങ്ങൾക്ക് നീതി കിട്ടില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നീതി കിട്ടും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു, അവിടെ സുപ്രീം കോടതി അവിടെ ഇടപെട്ട കാര്യം പറഞ്ഞു. ആ കോടതിയെ നിങ്ങൾ എന്തുകൊണ്ട് സമീപിക്കുന്നില്ല? ആ അവസരം നിങ്ങൾ ഇവിടെ വേറൊരു വിചിത്രമായ പറഞ്ഞു, അത് നിങ്ങൾ സമയാസമയങ്ങളിൽ സമീപിക്കും. അതുകൊണ്ട് കാര്യമില്ല, ഞങ്ങൾ ജനങ്ങളെ സമീപിക്കും. നിങ്ങൾ എത്രയോ കാര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കപിൽ സിബലിനെ പോലെയുള്ള പ്രഗത്ഭന്മാരായ വക്കീലന്മാരാണ് ഇപ്പൊ ഈ SIR കാര്യത്തിൽ സമീപിച്ചത്. അതും SIR ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞുണ്ടായിരുന്നു, അതും കോടതി പറ്റില്ല എന്ന് പറഞ്ഞു. മുത്തലാഖിന് നിങ്ങൾ സമീപിച്ചിട്ടുണ്ട്, വഖഫിന് നിങ്ങൾ സമീപിച്ചിട്ടുണ്ട്, ആർട്ടിക്കിൾ 370 ഡിലീറ്റ് ചെയ്തതിനെതിരെ സമീപിച്ചിട്ടുണ്ട്, റഫാൽ ഡീലിനെതിരെ സമീപിച്ചിട്ടുണ്ട്. അപ്പൊ സുപ്രീം കോടതിയെ നിങ്ങൾ സമീപിക്കാറുണ്ട്. പക്ഷെ ഇതിനെല്ലാം BJPക്ക് അനുകൂലമായ വിധികളും വന്നിട്ടുണ്ട്. അതല്ലേ പ്രതിപക്ഷം മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഈ സംവിധാനത്തിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പായ സ്ഥിതിക്ക് നിങ്ങൾ നീതി കിട്ടും എന്ന് ഉറപ്പുള്ള സ്ഥലത്തേക്ക് ആ അവസരം ഉപയോഗിക്കുന്നേ. അത് ചോദിച്ചപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ മറുപടി കേട്ടില്ലേ? ഇവിടുത്തെ ജനാധിപത്യത്തിനെ സംരക്ഷിക്കലൊന്നും എന്റെ പണിയല്ല, എന്റെ പണി സർക്കാരിനെ ചൊറിയൽ മാത്രമാണ്. അല്ലേ, വെട്ടിയെടുത്ത് പറയല്ലേ ഇവിടുത്തെ ജനാധിപത്യ സംരക്ഷിക്കൽ എന്റെ മാത്രം ബാധ്യതയൊന്നുമല്ല. അത് ഇവിടുത്തെ വേറെ ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്, അവരുടെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നതാണ്. അതിന്റെ ഒരു ഭാഗം വെട്ടി ബാധ്യതയുണ്ട്. പക്ഷെ അതിന്റെ ആ പൂർണ്ണവാചകത്തിന്റെ പാതിയിൽ വെട്ടി ട്വിറ്ററിൽ ഓടിക്കുന്നുണ്ട്. ആ പൂർണ്ണവാചകത്തിന്റെ പാതി വെട്ടി ട്വിറ്ററിൽ ഓടിക്കുന്നുണ്ട് റൈറ്റ് വിങ് ഹാൻഡിലുകൾ. അത് പിടിക്കല്ലേ? അങ്ങനെയെങ്കിൽ ഈ രാജ്യത്ത് നിലവിലുള്ള നീതിന്യായ സംവിധാനത്തിനെ വിശ്വാസത്തിലെടുത്ത് വിശ്വസിച്ച് ആ സംവിധാനം അത് പണിയെടുക്കണം എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അല്ല, അതിന് പണിയെടുക്കണമെങ്കിൽ പണിയെടുക്കൂ സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വ്യവസ്ഥാപരമായ രീതിയിൽ സമീപിക്കണം, കോടതിയെ സമീപിക്കണം, അഫിഡവിറ്റ് കൊടുക്കണം. അല്ലാതെ പത്രസമ്മേളനത്തിൽ വിളിച്ചു പറയുകയല്ല വേണ്ടത്. സി എം പ്രകാശൻ വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുപ്പ് സമയത്തല്ലാത്ത സമയത്ത് നിരന്തരമായി പരിശോധിക്കാനും തിരുത്താനും കഴിയുന്ന ഒരു മെക്കാനിസമായിട്ട് പരമോന്നത നീതി ഇവിടെ ഉണ്ട്. അത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ലേ? ഇനി അവിടെ പോകുമ്പോഴും തള്ളിപ്പോയ കേസ് പറഞ്ഞുകൊണ്ട് പിന്നെ ബഹളം ഉണ്ടാക്കുന്നത് എന്തിനാണെന്നാണ്. പരമോന്നത നീതിപീഠം പറഞ്ഞ കാര്യത്തെ മുഖവിലക്കെടുക്കുന്ന ഗവൺമെന്റ് അല്ലല്ലോ നരേന്ദ്രമോദി ഗവൺമെന്റ്. പരമോന്നത നീതിപീഠം പറഞ്ഞതാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ പാടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നരേന്ദ്രമോദി തീരുമാനിക്കേണ്ട ഒന്നല്ല. അത് നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പങ്കെടുത്തുകൊണ്ട് നിശ്ചയിക്കണം. അതിന് മുഖവില കൊടുക്കാൻ തയ്യാറില്ല. നിങ്ങള് കോടതിയോട് ഷാവപ്രസാദ് നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടു. നിങ്ങൾക്ക് ഷാവപ്രസാദിന് ജനാധിപത്യ ബോധമില്ലാത്തത് എല്ലാവരും അറിയാം. പക്ഷേ നിങ്ങൾ പറയുന്നത് ഷാവപ്രസാദ് അങ്ങനെയാണ്. ഷാബുവിന്റെ പോയിന്റ് ഇതാണ്. അതായത് ഇതിനു മുമ്പ് ഞങ്ങൾ ഈ വിഷയത്തിൽ സംസാരിച്ചുള്ള ഷാബുവിന്റെ പോയിന്റ് ഇതാണ്. ഷാബുവിന്റെ പോയിന്റ് ഇതാണ്. കോടതി അങ്ങനെ ഒരു കർശന നിർദ്ദേശമൊന്നും വെച്ചിട്ടില്ല. കോടതി ഒരു മോഡൽ അവതരിപ്പിച്ചു, ആ മോഡൽ സർക്കാർ എടുത്തില്ല. അപ്പോൾ ചില ആളുകൾ കോടതിയിൽ പോയല്ലോ, കോടതി ഒന്നും പറഞ്ഞില്ല, ശരി ആയിക്കോട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കോടതിയുടെ ഒരു ജുഡീഷ്യൽ റിവ്യൂ കഴിഞ്ഞതാണ്. അതിൽ സർക്കാരിനെ കോടതി ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിനെ വാദമായിട്ട് ഉയർത്തേണ്ട എന്നാണ് ഷാബുവിന്റെ വാദം. അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള ഒരുപാട് പരാതികളെ മുഖവിലക്കെടുത്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷത ഉറപ്പുവരുത്താനുള്ള സംവിധാനം സംബന്ധിച്ച് സുപ്രീം കോടതി പറഞ്ഞത്. എന്താ BJPയുടെ ഗവൺമെന്റ് തെളിയിച്ചത്? അങ്ങനെ നിഷ്പക്ഷത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യമില്ല. ഞങ്ങൾ പറയുമ്പോൾ ചാടിക്കടിക്കണ കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ കളിക്കണം. അതിനുവേണ്ടിയല്ല ഈ പറയുന്ന മാറ്റം പറ്റും. മറ്റേ ജനാധിപത്യം ഇഷ്ടമുണ്ടായിട്ടാ. നിങ്ങൾ ഷാവപ്രസാദ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? അത് ഒരു അന്യായം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും എതിർക്കും. അത് നിങ്ങൾ മാത്രമേ അനുകൂലിക്കാനുണ്ടാവുള്ളൂ. അത് ഞാൻ പറഞ്ഞത്. ചരിത്രം നിങ്ങളെ ചവറ്റുകോട്ടയിലേക്ക് എറിയുന്നത് ഞങ്ങൾക്ക് ഒരു സംശയമില്ല. ഇന്ന് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം ചെയ്യാൻ വേണ്ടി കാരണം നിങ്ങൾക്ക് എല്ലാം ഉണ്ട്. കാരണം നിങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് എന്നാൽ ഇപ്പോ മുസോളിനെയൊക്കെ വന്നിട്ടുള്ളത് ഷാബുവിന്റെ സമയത്ത് ഷാബു പറയണം. ഷാബു പറയുന്ന സമയത്ത് ഞാൻ ഇടപെട്ടില്ലല്ലോ. ഷാബുവിന്റെ സമയത്ത് ഷാബു പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ജനാധിപത്യ ബോധമില്ല. BJPക്കാർക്ക് ജനാധിപത്യ ബോധമില്ലെന്ന് ഈ രാജ്യത്ത് എല്ലാവർക്കും അറിയാം. ഷാവപ്രസാദെ BJPക്കാർക്ക് ജനാധിപത്യത്തോട് തരിമ്പു സ്നേഹമില്ലെന്ന് ഈ നാട്ടുകാർക്കെല്ലാം അറിയാം. പക്ഷേ
നിങ്ങൾ ചർച്ചാ ടേബിളിലെങ്കിലും ജനാധിപത്യം കാണിക്കണം. നിങ്ങൾ രാജ്യത്തെ ജനാധിപത്യത്തെ കൊല്ലാൻ തീരുമാനിച്ചവരാണ്, അത് എല്ലാവർക്കും അറിയാം. പക്ഷേ ചർച്ചക്ക് വരുമ്പോ ചർച്ചാ ടേബിളിലെങ്കിലും ജനാധിപത്യം സംരക്ഷിക്കണമല്ലോ. പ്രസാദേ, അങ്ങനെയൊന്നും അസഹിഷ്ണുതയാവണ്ടെന്ന്, അങ്ങനെയൊന്നും അസഹിഷ്ണുതയാവേണ്ട കാര്യമില്ല ഷാബു. നിങ്ങളുടെ ഒന്നല്ല ഈ നാട് ഉണ്ടാക്കിയിരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ രക്തം ചിന്തിയിട്ടാണ്. നിങ്ങൾക്കതിൽ ഒരു പങ്കുമില്ല. സംഘപരിവാറിന്റെ ഒറ്റ ആൾ പോലും സ്വാതന്ത്ര്യ സമരത്തിൽ മരിച്ചുകൊണ്ടിട്ടില്ല, ആരും ജയിലിൽ പോയിട്ടില്ല. നിങ്ങൾക്ക് ഇതൊരു പ്രശ്നമല്ല, പക്ഷെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് പ്രശ്നമാണ്. ഇന്ത്യയിൽ ഈ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി പാടുപെട്ട ആളുകൾക്ക് ഇതൊരു പ്രശ്നമാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ജയിലിൽ കിടന്ന ആളുകൾക്ക് ഇതൊരു പ്രശ്നമാണ്. നിങ്ങളുടെ രാജ്യത്തിലെ ജനാധിപത്യത്തെ പിച്ച് ചെയ്യുമ്പോ അത് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ഇന്ത്യക്കാരുണ്ടാവില്ല. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒസ്യത്വമല്ല ഇതെന്ന്. ഇന്ത്യയിലെ ജനാധിപത്യം ഷാബു, ഇന്ത്യയിലെ ജനാധിപത്യം ഷാബു ഇതന്നെയാണ് ഞാൻ പറയുന്നേ. ഷാബു, നിങ്ങൾക്ക് ജനാധിപത്യ ബോധം നിങ്ങളുടെ മനസ്സ് പോലും ഇല്ല. നിങ്ങൾ പറയുന്ന മുഴുവൻ വൃത്തികളും ഞാൻ കേട്ടില്ലേ? ഒരു വാക്ക് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് മറ്റാളുകൾ പറയുന്നത് കേൾക്കാൻ കഴിയില്ല. അസഹിഷ്ണുത നിങ്ങളെ ഭരിക്കുന്നത്. നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ വെറുപ്പാണ്, വിദ്വേഷാണ്. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ഇന്ത്യ നിങ്ങളുടെ തറവാട് സ്വത്തൊന്നുമല്ല. ഇന്ത്യ കോടിക്കണക്കിന് ആളുകളുടെ രാജ്യമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് നിങ്ങളാരും പണിയെടുത്തിട്ടില്ല. ഇന്ത്യയിൽ നമ്മുടെ മുൻഗാമികൾ പണിയെടുത്തിട്ടാണ്. അതുകൊണ്ട് അതെല്ലാം ശരിപ്പെടുത്തി കളയാം, ജനാധിപത്യത്തെ ആകെ ഇല്ലാതാക്കി കളയാം എന്ന് വിചാരിച്ചാൽ അതൊന്നും ഈ രാജ്യം സമ്മതിക്കാൻ പോകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വോട്ടർ പട്ടിക മാറ്റും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കോടതികളെ നിശ്ചയിക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ ED ഉപയോഗിക്കും, നിങ്ങൾക്ക് ഇഷ്ടംപോലെ CBI ഉപയോഗിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും നിങ്ങളുടെ സ്വകാര്യ സ്വത്തല്ല, ഈ രാജ്യത്തിൻ്റെതാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ജനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കും. തൽക്കാലം നിങ്ങൾക്ക് അധികാരമുണ്ട് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ എന്തും ചെയ്തേക്കും. പക്ഷേ അതിന് ആ ഏകാധിപത്യ പ്രവണതയ്ക്ക് അധികം ആയുസില്ല എന്ന പോയിന്റാണ് ശ്രീ പ്രകാശ് മാസ്റ്ററിനോട്. ശ്രീ നിസാം സയ്യിദ്, ഇതിനകത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഒരു പീപ്പിൾസ് മൂവ്മെന്റ് ഉണ്ടാക്കുക എന്നതാണ്. ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും ജനങ്ങളുടെ പൂർണ്ണ സമ്മതിയില്ല എന്ന് ചെയ്യുന്ന ദുരൂഹ കേന്ദ്രങ്ങൾക്ക് ബോധ്യപ്പെടുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴേ ഇതിൻ്റെ കോട്ടകൊത്തലങ്ങൾക്ക് ഇളക്കമുണ്ടാവുള്ളൂ. ആ പീപ്പിൾസ് മൂവ്മെന്റ് ഉണ്ടാക്കുക എന്നത് എന്തുമാത്രം വലിയ പ്രോസസ്സാണ്, പ്രയത്നമാണ്, അതെന്തുമാത്രം ചലഞ്ചിങ് ആണ് ഈ പ്രതിപക്ഷത്തെ സംബന്ധിച്ച്. ഇന്ത്യയിലെ പ്രതിപക്ഷം അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ വെളിച്ചത്ത് കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹം ചെയ്തത് ബീഹാറിൽ വോട്ടർ അധികാർ യാത്ര നടത്തുകയായിരുന്നു. ബീഹാറിൽ ഉടൻ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറിൽ ആ യാത്രയ്ക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നത് നമ്മൾ കണ്ടു. അത്തരം ആ വിഷയത്തെ വളരെ ലൈവായി നിർത്താനും ആ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കാനുമുള്ള ശ്രമങ്ങൾ അദ്ദേഹം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ ആരോപണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അത് വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് ആ വോട്ടർ അധികാർ യാത്രയുടെ വിജയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനെ തുടർന്ന് അദ്ദേഹം വീണ്ടും പത്രസമ്മേളനം നടത്തി പുതിയ ഒരു സെറ്റ് ആരോപണങ്ങൾ, പുതിയ വസ്തുതകൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. ആ വസ്തുതകൾ ഇനി രാജ്യം ചർച്ച ചെയ്യുക എന്ന ആവശ്യത്തിലേക്ക് നമ്മൾ പോകും. ഏകാധിപത്യം എല്ലാ കാലത്തും ഒന്നും ഒരുപോലെ വളരും എന്ന് ഒരുപോലെ നിലനിൽക്കും എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഈ മന്ത്രിസഭയിലെ തന്നെ ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമൻ്റെ ഭർത്താവായ പാറക്കാല പ്രഭാകർ പറഞ്ഞതുപോലെ സ്വേച്ഛാധിപതികൾ ഒന്നുകിൽ ജയിലിലോ അല്ലെങ്കിൽ ശവക്കല്ലറയിലോ അവസാനിക്കും എന്നുള്ളതാണ് ചരിത്രം നമ്മളോട് പറയുന്നത്. അപ്പം ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകേണ്ട ഏകാധിപതികൾക്ക് കുറേ നാളുകൾ, സ്വേച്ഛാധിപതികൾക്ക് തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ കുറേ നാളുകൾ അട്ടിമറിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ ജനങ്ങളുടെ മൂവ്മെൻറ്റ് എല്ലാ കാലവും ഉണ്ടാകും. ജനങ്ങൾ അത്തരം മൂവ്മെൻറ്റുകൾ, ജനാധിപത്യം ആത്യന്തികമായി വിജയിക്കുക തന്നെ ചെയ്യും. പിന്നെ ഈ ചർച്ചയിൽ ഞാൻ കണ്ട വളരെ കൗതുകകരമായ കാര്യം, നമ്മൾ ഇത് ചർച്ച നടത്തിയത് രാഹുൽ ഗാന്ധി ഇന്ന് ഉയർത്തിയ ആരോപണങ്ങളെക്കുറിച്ച്, രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് ഇന്ന് ഉയർത്തിയ വോട്ടേഴ്സ് ലിസ്റ്റിനെ കുറിച്ച് നടത്തിയ ആരോപണം. CPM പ്രതിനിധി അതിനെക്കുറിച്ച് ഒരൊറ്റ വാക്ക് പോലും പറഞ്ഞില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം മാത്രമല്ല, രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചതിന് ശേഷം ഇന്നേ വരെ CPMൻ്റെ ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രിയായ CPMൻ്റെ പരമാധികാരിയായ ശ്രീ പിണറായി വിജയനും ഈ വിഷയത്തെക്കുറിച്ച് ഒരു അക്ഷരം പോലും സംസാരിച്ചിട്ടില്ല എന്നുള്ളത് അത്ഭുതകരമാണ്. CPM ഈ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഈ വിഷയത്തിനെ സൂക്ഷ്മമായി പഠിച്ച് ഈ വിഷയത്തിനെക്കുറിച്ച് സമഗ്രമായി ഒരു അഭിപ്രായം പറയുവാൻ CPMൻ്റെ പ്രതിനിധി തയ്യാറായില്ല എന്നുള്ളത് വളരെ അത്ഭുതകരമാണ്, നിർഭാഗ്യകരമാണ് എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ.
ശരി. അല്ല, ശ്രീ പ്രകാശ് മാസ്റ്ററിന് മറുപടി ഉണ്ടോ? പൊതുവെ വോട്ട് ചോരിയും വോട്ടർ അധികാര യാത്രയൊന്നും നിങ്ങൾ ഏറ്റെടുക്കാത്ത വിഷയമാണെന്ന വിമർശനം ഒരു വശത്തുണ്ട്. തീർച്ചയായും ഞങ്ങൾ ഈ വിഷയത്തിൽ BJPക്ക് ഗുണം കിട്ടത്തക്ക നിലക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. അമിതാധികാരത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ ആദ്യം കുറ്റപ്പെടുത്തേണ്ടത് കോൺഗ്രസിനെയാണ്. 1975 ജൂൺ 26 ഇന്ത്യ രാജ്യത്ത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജനാധിപത്യം ഇല്ലാതാക്കിയത് അവരാണെന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചല്ല. ഇവിടെ പുതിയ അമിതാധികാര വാഴ്ചയുടെ പുതിയ രൂപങ്ങൾ ഉണ്ടാകുമ്പോൾ പഴയത് പറയിച്ചേ അടങ്ങൂ എന്നുള്ളതിലേക്കാണെങ്കിൽ പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്നുള്ളത് ഞാൻ പറയുന്നതാണ്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ BJPയുടെ അമിതാധികാര വാഴ്ചക്കെതിരെ ഒറ്റക്കെട്ടായി ആളുകളാകെ യോജിപ്പിക്കുന്നതിന് ഇന്ന് സാധിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടി കോൺഗ്രസാണ്. നിർഭാഗ്യവശാൽ അതിന് എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെ അവർ ശ്രമിക്കുന്നില്ല. അവർക്ക് അധികാര കസേരയുടെ വിഷയം വരുമ്പോൾ അവർ ആ നിലപാട് എല്ലാ സ്ഥലത്തും സ്വീകരിക്കുന്നത്. അങ്ങനെ ആവരുതെന്ന് ഞങ്ങളുടെ അഭിപ്രായം. ഇന്ത്യ രാജ്യത്ത് ഇന്ന് BJP ചെറുക്കുന്നതിന് കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അവര് പലപ്പോഴും അധികാര കസേരയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിലപ്പോ വർഗീയ പ്രീണന നിലപാട് കൂടി സ്വീകരിക്കുന്ന നിലപാട് താങ്ക് യു. എന്തായാലും ഈ വിഷയത്തിന്റെ തുടർച്ച എങ്ങനെ ഉറപ്പാക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുമെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. താങ്ക് യു CM പ്രകാശൻ. ഒപ്പം തന്നെ ശ്രീ ഷാബു പ്രസാദ്, ശബരിനാഥൻ നിസാം ശരി വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്.